ഈ പുണ്യക്ഷേത്രത്തിൻ്റെ ഭാരവാഹികളെ, ഈ പുണ്യക്ഷേത്രം തിരുമുറ്റത്ത് തടിച്ചുകൂടിയിരിക്കുന്ന ഭക്തരെ, എന്നെ ദൂരെ ഇരുന്ന് കേൾക്കുന്ന ഈ ദേശത്തെ നാനാജാതി മതസ്ഥരായ നിവാസികളെ, നമ്മുടെ നാട്ടിലെ പുരാതനമായ ഈ പുണ്യക്ഷേത്രം ഒരു നാടിന് ഐശ്വര്യമായി നിൽക്കുമ്പോൾ സനാതന ധർമ്മത്തിൻ്റെ ഈശ്വര സങ്കല്പം എന്താണെന്നും അതിൽ ഭഗവതിയെപ്പറ്റി നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്നും പ്രധാനപ്പെട്ട ആചാരങ്ങളെപ്പറ്റിയും നിങ്ങളോട് 3 ആശയങ്ങൾ പങ്കുവെക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ലോകത്തിലെ മറ്റു മതങ്ങളുടെ ഈശ്വര സങ്കല്പത്തിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ് സനാതന ധർമ്മത്തിൻ്റെ അല്ലെങ്കിൽ ഹിന്ദുമതത്തിൻ്റെ ഈശ്വര സങ്കല്പം. യഹൂദന്മാരുടെയും ക്രിസ്ത്യാനികളുടെയും മുസ്ലിങ്ങളുടെയും പ്രവാചകനായ മോശ സിനായി മരുഭൂമിയുടെ മുകളിൽ വെച്ച് ഒരു മരം കത്തുന്നു, പക്ഷെ അത് ഭസ്മമാവുന്നില്ല. അവിടെ ഈശ്വരനുണ്ടെന്ന് മനസ്സിലാക്കി ആ അഗ്നിയോട് ദൈവത്തോട് സംസാരിച്ചു. മോശയ്ക്ക് ദൈവം പ്രത്യക്ഷപ്പെടുന്ന അഗ്നിദേവനായിട്ടാണ്. സംസാരിച്ചു കഴിഞ്ഞ് മോശ ദൈവത്തോട് ചോദിച്ചു, അങ്ങയുടെ പേരെന്താണെന്ന് ചോദിച്ചു. ഞങ്ങളുടെ ദൈവത്തിന് ദേഷ്യം വന്നു. ഐ ആം വാട്ട് ഐ ആം, ഞാനാകുന്നു, നീ എൻ്റെ പേരെന്ന് ചോദിച്ചേക്കതെന്നു. ഈശ്വരനോട് പേര് ചോദിക്കാൻ പാടില്ല. യഹൂദന്മാർക്ക് 360 ദിവസമുള്ള ഒരു ദിവസമേ ഈശ്വരൻ്റെ പേര് പറയാൻ പറ്റൂ, യാവേ എന്നുള്ള പേര് പറയാൻ പറ്റും. സനാതന ധർമ്മത്തിൻ്റെ ഈശ്വര സങ്കല്പത്തിൽ നമ്മൾ പരമശിവന്റെ ക്ഷേത്രത്തിൽ പോയി ഭഗവാന്റെ പേര് ചോദിച്ചാൽ ശിവ സഹസ്രനാമ സ്തോത്രമാണ്. 1000 പേര് തുടർച്ചയായിട്ട് ഇങ്ങനെ വരും. ത്രീസാംഗ്യം പരിമിതവിധം പ്രഭിന്ന പ്രസ്ഥാനം അങ്ങോട്ട് തുടങ്ങിയാൽ 1000 പേരുകളാണ്. നമ്മളൊരു വിഷ്ണു ഭഗവാന്റെ ക്ഷേത്രത്തിൽ പോയി ഭഗവാന്റെ പേരെന്താന്ന് ചോദിച്ചാൽ വിഷ്ണു സഹസ്രനാമ സ്തോത്രമാണ്. 1000 പേരുകളാണ് തുടർച്ചയായിട്ട്. ഇനി ഒരു ഭഗവതി ക്ഷേത്രത്തിൽ ചെന്ന് ഭഗവതി പേരെന്താന്ന് ചോദിച്ചാൽ ലളിത സഹസ്രനാമ സ്തോത്രമാണ്. 1000 പേരാണ്, ദേവിയുടെ 1000 പേരാണ്. ഇത് മറ്റൊരു മതത്തിനും ഇല്ലാത്ത ഒരു പ്രത്യേകതയാണ്. ഈ സഹസ്രനാമം കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഏറ്റവും ആദ്യം 12 വയസ്സിന് താഴെയുള്ള ഒരു കുട്ടി സഹസ്രനാമം ചൊല്ലി പഠിച്ചാൽ ആ കുട്ടി ഭാഷ പഠിക്കുന്നതിൽ അതീവ കഴിവുള്ള കുട്ടിയായിരിക്കും. കാര്യം സഹസ്രം ഉണ്ടാക്കാൻ വേണ്ടി ഭാഷയിട്ട് കളിയാണ്. രണ്ടാമതായി ആ കുട്ടി ഗ്രാമർ പഠിക്കാൻ ഭയങ്കര കഴിവുള്ളതായിരിക്കും, വ്യാകരണം. കാരണം ഈ വാക്കുകൾ ഉപയോഗിച്ച് അതിനെ സമാധി ഉപയോഗിച്ച് ജോയിൻ ചെയ്ത് കൊണ്ടുവരുന്ന അസാമാന്യ ഗ്രാമർ പരിപാടിയാണ്. മൂന്നാമതായ കുട്ടി കിട്ടുന്ന വലിയ ഗുണം ഓർമ്മശക്തിയാണ്. 1000 വാക്കുകൾ തുടർച്ചയായി ഓർത്തിരിക്കാൻ 12 വയസ്സിന് മുമ്പുള്ള ഒരു കുട്ടിക്ക് കഴിഞ്ഞാൽ ആ കുട്ടിയുടെ ഓർമ്മശക്തി അപാരമായിരിക്കും. നമ്മുടെ ഒരു കുട്ടി ഡോക്ടർ ആവണമെങ്കിൽ നീറ്റ് പരീക്ഷ പാസ്സാവണം. നീറ്റ് പരീക്ഷ കയറിയാൽ 1 മിനിറ്റ് കൊണ്ട് ഒരു ചോദ്യത്തിന് ഉത്തരം എഴുതണം. ആ ചോദ്യം വായിക്കാൻ ഒരു 30-35 സെക്കൻഡ് പോകും, കറപ്പിക്കാൻ 10 സെക്കൻഡ് പോകും, ചിന്തിക്കാൻ കിട്ടുന്നത് 15-20 സെക്കൻഡാണ്. അതിനകത്ത് ആ ഉത്തരം ഓർമ്മ വന്നില്ലെങ്കിൽ ആ കുട്ടി ഒരിക്കലും ഡോക്ടറാവില്ല. എഞ്ചിനീയറിംഗ് JEE പരീക്ഷയ്ക്ക് പോയാലും ഇത് തന്നെ അവസ്ഥ. IAS പരീക്ഷയ്ക്ക് ഇരിക്കണമെങ്കിൽ അതിനു മുമ്പ് ഒരു പ്രിലിമിനറി പാസ്സാവണം. ആ പ്രിലിമിനറിക്ക് 1 മിനിറ്റ് കൊണ്ട് ഒരു ചോദ്യത്തിന് ഉത്തരം എഴുതണം, ചിന്തിക്കാൻ കിട്ടുന്ന 15 സെക്കൻഡ് കൊണ്ടാണ്. ഈ ഓർമ്മശക്തി വർദ്ധിപ്പിച്ച് ഏത് മത്സര പരീക്ഷയും പാസ്സാവാനുള്ള കഴിവ് കുട്ടി കിട്ടുകയാണ് ഒരു സഹസ്രനാമം ചൊല്ലി പഠിക്കുന്നത്. നാലാമതായി ലോകത്തിലെ ഭാഷകളിലുള്ള വാക്കുകൾ 2-3 വവ്വൽസ് ചേർത്ത് സ്വരാക്ഷരം ചേർത്ത് ഉണ്ടാക്കുന്നതാണ്. എന്നാൽ ഓരോ പാരഗ്രാഫ് കഴിയുമ്പോഴും സഹസ്രനാമം ഓം എന്ന മന്ത്രം ചൊല്ലുകയാണ്. ഓം എന്ന് പറയുന്ന മന്ത്രത്തിൽ ആ-യു-അം വരെയുള്ള 16 സ്വരങ്ങളും ചേർത്താലേ ഓംകാരം ജപിക്കാൻ പറ്റുള്ളൂ. അപ്പൊ 16 സ്വരങ്ങളുള്ള ഓംകാരം ഒരു കുട്ടി ചൊല്ലുമ്പോൾ ആ കുട്ടിയുടെ ശബ്ദപേടകത്തിന്റെ എല്ലാ ടെൻഡൻസിനും വ്യായാമം കിട്ടും. ആ കുട്ടിക്ക് ശബ്ദസ്ഫുടത കിട്ടും. ഏത് കർണാടക സംഗീതവും വളരെ ഭംഗിയായി പാടാൻ ആ കുട്ടി കഴിവ് നേടുകയാണ്. അഞ്ചാമതായി സഹസ്രനാമം ചൊല്ലി പഠിക്കുമ്പോൾ കുട്ടി കിട്ടുന്നൊരു കഴിവാണ് കമ്പാരറ്റീവ് അനാലിറ്റിക്കൽ പവർ. വലിയ കസേരകളിലൊക്കെ ഇരിക്കുന്ന ആളുകൾ, വലിയ ഉദ്യോഗസ്ഥന്മാരുടെ ഏറ്റവും വലിയ കഴിവാണ് കമ്പാരറ്റീവ് അനാലിറ്റിക്കൽ പവർ.
ഒരു ഡോക്ടർ അടുത്തൊരു പേഷ്യൻ്റ് വന്നു, സിംറ്റംസ് പറഞ്ഞു. വേറൊരു പേഷ്യൻ്റ് വന്നു, വേറെ സിംറ്റംസ് പറഞ്ഞു. ഇതിനെ താരതമ്യം ചെയ്യാൻ ഡോക്ടർ കഴിഞ്ഞേക്കണം. ഒരു രോഗിക്കുള്ള ഓൾറെഡി ഉള്ള രോഗം എന്താണ്, അതിന് കഴിക്കുന്ന മരുന്ന് എന്താണ്, രണ്ടാമത്തെ രോഗി ഇപ്പോൾ ഉള്ള മരുന്ന് രോഗം എന്താണ്, അതിന് കഴിക്കുന്ന മരുന്ന് എന്താണ്. ഇനി ഒരു മരുന്ന് കുറിച്ചാൽ അതിനെന്തൊക്കെ സൈഡ് എഫക്റ്റ് ഉണ്ട്, എന്തൊക്കെ കോൺട്രാ ഇൻഡിക്കേഷൻ ഉണ്ട്, ഇത് താരതമ്യ പഠനം നടത്തി കഴിയാത്ത ഒരാൾക്ക് ഒരിക്കലും ഡോക്ടറായി മരുന്ന് കുറിക്കാൻ പറ്റില്ല. ഒരു എഞ്ചിനീയർ പാറപ്പുറത്ത് വീട് വെക്കുന്നതും മണലിലോർത്ത് വീട് വെക്കുന്നതും ചെളിയിൽ വീട് വെക്കുന്നതും മൂന്ന് തരത്തിലാണ്. IAS പാസ്സായി ഒരു കളക്ടറോ SP ആയാൽ ആ ജില്ലയിലുള്ള 160-200 ഗ്രാമങ്ങൾ, എത്ര ജനസംഖ്യയുണ്ട്, എന്താണ് അവിടുത്തെ പ്രത്യേകത, പ്രശ്നകലുഷിതമാണോ സ്ഥലം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഓർത്തിരിക്കാൻ പറ്റാത്ത ഒരാൾക്ക് കളക്ടർ ആവാൻ പറ്റില്ല, SP ആവാൻ പറ്റില്ല. സഹസ്രനാമം ചൊല്ലിപ്പഠിക്കുന്ന കുട്ടിക്ക് ഈ കമ്പാരറ്റീവ് അനാലിറ്റിക്കൽ പവർ ഡെവലപ്പ് ചെയ്യാൻ ഭഗവാന്റെ തലയിലോട്ടാണ് നോക്കുന്നതെങ്കിൽ വിഷ്ണു സഹസ്രനാമത്തിൽ കേശവ എന്ന് വിളിക്കും. ഭഗവാൻ കൃഷ്ണന് നല്ല തലമുടിയായി കേശവ എന്ന് വിളിക്കും. ശിവസഹസ്രനാമ സ്തോത്രം എടുത്താലോ, നമ്മൾ ഉടനെ ഒന്നുകിൽ ഗംഗാധര എന്ന് വിളിക്കും, ഗംഗയെ തലയിൽ ധരിക്കുന്നവൻ, അല്ലെങ്കിൽ ചന്ദ്രധാര എന്ന് വിളിക്കും, ചന്ദ്രനെ തലയിൽ ധരിക്കുന്നവൻ എന്നാണ്. അപ്പൊ ഈശ്വര സങ്കല്പം കൃത്യമായി മനസ്സിലാക്കണം. ഹിന്ദുമതത്തിലെ ദൈവങ്ങൾക്ക് 2 കൈയല്ല, 4 കൈ, 6 കൈ, 8 കൈയൊക്കെയാണ്. ഈ ഓരോ കൈയിലും എന്താണെന്ന് ഒരു കുട്ടി ഓർക്കണം ഈ സഹസ്രനാമം ചൊല്ലുമ്പോൾ. നമസ്തേ നമസ്തേ ജഗന്നാഥ വിഷ്ണു, നമസ്തേ നമസ്തേ ഗദാചക്ര പാണി എന്ന് പറയുമ്പോൾ ഗദയും ചക്രമൊക്കെ പിടിച്ചിരിക്കുന്ന വിഷ്ണു ഭഗവാനെ കുട്ടി തലച്ചോറിൽ അപ്പം മനസ്സിലാവും. വളരെ കൃത്യമായിട്ട് കുട്ടിക്ക് പിടികിട്ടും. സരസ്വതി ദേവിയെ പറ്റി നമ്മൾ ചൊല്ലി വരുമ്പോൾ ലളിത സഹസ്രനാമ സ്തോത്രത്തിൽ വളരെ കൃത്യമായിട്ട് പറയും. എന്താണ്? വീണാ പുസ്തകധാരണി, ഒരു കയ്യിൽ വീണയും മറ്റേ കയ്യിൽ പുസ്തകവും വഹിക്കുന്നവൾ. എല്ലാ കയ്യിലെയും പറയുന്നുണ്ട്, ഞാൻ 2 ഉദാഹരണം തന്നു. ഈ കമ്പാരിറ്റീവ് അനാലിറ്റിക്കൽ പവർ ആ കുട്ടിയെ ജീവിതത്തിൽ വലിയ ഉയരങ്ങളിലേക്ക് എത്തിക്കും എന്നുള്ളതാണ്. 6ാമതായിട്ടുള്ള പ്രത്യേകത എന്ന് പറയുന്നത്, ഞങ്ങളുടെയൊക്കെ ഈശ്വര സങ്കല്പം ഭൂമിയിലെ മനുഷ്യരെ വളരെ ദൂരെ നിയന്ത്രിക്കുന്ന ഒരു ഈശ്വര സങ്കല്പമാണ്. മറ്റു ദൈവങ്ങളൊക്കെ മനുഷ്യനെ കൊന്ന് രസിച്ചിരുന്നു മറ്റു മതങ്ങളിൽ. ഹെലന ട്രോയെ വീണ്ടെടുക്കാൻ വേണ്ടി ട്രോയിലേക്ക് സൈന്യം നീങ്ങാൻ പോകണം. 1000 കപ്പലിലാണ് ആളുകൾ നിൽക്കുകയാണ്. പക്ഷേ പുറപ്പെടാൻ പറ്റുന്നില്ല. പൂജാരി വന്ന് പറഞ്ഞു, 13 വയസ്സിൽ താഴെയുള്ള ഒരു പെൺകുട്ടിയെ ബലി കൊടുത്തെങ്കിലേ യുദ്ധം ജയിക്കുള്ളൂ. അഗാമെമ്നോൻ 1000 സ്വർണ്ണ നാണയം ഓഫർ ചെയ്തു. പക്ഷേ ഇന്നലത്തെ വിലയ്ക്ക് 4.5 കോടി രൂപ. പക്ഷെ ഒരപ്പനും അമ്മയും മകളെ ബലി കൊടുക്കാൻ തയ്യാറായില്ല. അവസാനം അഗാമെമ്നോൻ വീട്ടിൽ വന്ന് സ്വന്തം മോളെ പിടിച്ചു, ഹൈഡ്ര ഇഫിജീനയെ പിടിച്ച് കഴുത്ത് വെട്ടി ബലി കൊടുത്തു. എന്നിട്ടാണ് ട്രോയിലെ യുദ്ധം ജയിച്ചത്. എന്നാൽ ഹിന്ദുമതത്തിൽ ഈശ്വര സങ്കല്പം രക്ഷകനായ ഒരു ഈശ്വര സങ്കല്പമാണ്. ഭഗവാൻ കൃഷ്ണൻ ഭഗവത്ഗീതയെ പറയുന്ന പോലെ, ധർമ്മത്തിന് ഗ്ലാനി ഉണ്ടാവുമ്പോൾ, അധർമ്മം തലപൊക്കുമ്പോൾ ഭൂമിയിൽ വന്ന് സാധുക്കളെ രക്ഷിച്ച് ദുഷ്കർമ്മികളെ അമർച്ച ചെയ്ത് റൂൾ ഓഫ് ലോ എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന ഒരു ഈശ്വര സങ്കല്പമാണ് രക്ഷകനായ ഈശ്വര സങ്കല്പം. ആ ഈശ്വര സങ്കല്പത്തെ വളരെ ഭംഗിയായിട്ട് നമ്മൾ മനസ്സിലാക്കണം. 7ാമതായി, ഹിന്ദുമതത്തിൽ ഈശ്വര സങ്കല്പം ഞങ്ങളുടെ ഈശ്വര സങ്കല്പത്തിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ്. അതെന്താണ്? ഞങ്ങളുടെയൊക്കെ ഈശ്വരൻ ആകാശമേഘങ്ങൾക്കപ്പുറത്ത് ഒരു സ്വർഗത്തിരിക്കുന്ന ഈശ്വരനാണ്. എന്നാൽ ഹിന്ദുമതത്തിൽ ഈശ്വര സങ്കല്പം നമ്മുടെ ഉള്ളിലിരിക്കുന്ന ഒരു ഈശ്വരനാണ്. ശങ്കരാചാര്യ മലയാളിയായി ജനിച്ചതിൽ ഏറ്റവും മഹാനായ മനുഷ്യൻ. അദ്ദേഹം അദ്വൈത സിദ്ധാന്തം പറയും, ഈശ്വരൻ പരമാത്മാവാണ്, അതിൻ്റെ ഒരു ഭാഗമാണ് നമ്മുടെ ഉള്ളിലെ ജീവാത്മാവ്. ഇഹലോക ജീവിതത്തിന് ശേഷം ഈ ജീവാത്മാവ് പരമാത്മാവിൽ പോയി ലയിക്കും എന്ന് അദ്വൈത സിദ്ധാന്തത്തിൽ പറയും. ഇതാണ് വളരെ പ്രത്യേകതയോടുകൂടി കബീർ അദ്ദേഹത്തിൻ്റെ ദോഹയിൽ പറയുന്നത്. തേരാ സായി തുജ്മേ ജോ പുഹുപ്പനുമേം ബാസ്, കസ്തൂരി കാ മൃഗജോ ഫിർബുർ ഡൂണ്ടേ ഖാസ്. നിന്റെ ഈശ്വരൻ നിന്റെ ഉള്ളിൽ തന്നെയാണ്. തേരാ സായി തുജ്മേ, എങ്ങനെ? ജോ പുഹുപ്പനുമേം ബാസ്, പുഷ്പത്തിൽ സുഗന്ധമിരിക്കുന്ന പോലെ ഈശ്വരൻ നിന്റെ ഉള്ളിലിരിക്കുന്നു. അതിന് അവരൊരു ഉദാഹരണം പറയുകയാണ്. കസ്തൂരി പാനിന്റെ ശരീരത്തിന്റെ പുറകുവശത്താണ് ഈ കസ്തൂരി ഗ്രന്ഥി.
ആ കസ്തൂരി പുറത്തേക്ക് ഒഴുമ്പോൾ ഈ മണം കെട്ടിട്ട് കസ്തൂരി എവിടെ നിന്ന് വരുന്നെന്ന് അറിയാൻ വേണ്ടി കലമാൻ ഇങ്ങനെ മലയും തോടും ഒക്കെ കയറി ഇറങ്ങി പുല്ലിന്റെ മടക്കൂടെ ഓടും. കുറച്ച് കഴിഞ്ഞ് കലമാൻ ക്ഷീണിച്ച ഒരു സ്ഥലത്ത് ഇരിക്കും എന്ത് പറ്റും, ഈ കസ്തൂരിക്കത്തിന് മുകളിലോട്ടാണ് ഇരിക്കുന്നത്. അപ്പൊ കസ്തൂരി വീണ്ടും പുറപ്പെടും. ആ വീണ്ടും കലമാൻ ഓട്ടമാണ്. കബരി ചോദിക്കുന്നു, നിന്റെ ഉള്ളിലുള്ള ഈശ്വരനെ തപ്പി നീ എന്തിനാടാ ഈ ലോകം മുഴുവൻ ഓടുന്നത്? നിന്റെ ഈശ്വരൻ നിന്റെ ഉള്ളിൽ തന്നെയാണ് എന്നുള്ളത്. എട്ടാമതായി, വളരെ പ്രത്യേകതയോടുകൂടി ഹിന്ദു മതത്തിൽ ഈശ്വര സങ്കല്പത്തിന്റെ വളരെ വ്യത്യാസം. എട്ടാമതായി, വയലാറാണോ ശ്രീകുമാരൻ തന്നെയാണോ എനിക്ക് അറിഞ്ഞൂടാ, സിനിമയിലെ ഒരു പാട്ടാണ്, ഈശ്വരൻ മനുഷ്യനായി അവതരിച്ചാൽ ജീവിതം ആസ്വദിച്ചറിഞ്ഞാൽ മരിക്കും മുമ്പ് ദൈവം പറയും മനുഷ്യ നീയാണടാ എന്റെ ദൈവം എന്നാണ്. സംഗതി കമ്മ്യൂണിസമാണ്. മനുഷ്യന്റെ കഷ്ടപ്പാട് വളരെ കൂടുതലായതിനാൽ ഈശ്വരൻ പോലും മനുഷ്യന്റെ കഷ്ടപ്പാട് ഉണ്ടാകുമ്പോൾ സുല്ലിട്ട് പോകും എന്നാണ് ഇപ്പോഴത്തെ പറയുന്നത്. എന്നാൽ ഭഗവാൻ ഭൂമിയിൽ അവതരിച്ചു. വിഷ്ണു ഭഗവാൻ ഭൂമിയിൽ അവതരിച്ച് 5 തവണ മനുഷ്യരൂപം എടുത്തു. വാമനൻ, രാമോ, രാമച്ചരാമ, കൃഷ്ണ, പരശുരാമൻ, ശ്രീരാമൻ, ബലരാമൻ, അതാണ് രാമോ രാമച്ചരാമ, ഭഗവാൻ കൃഷ്ണൻ 5 മനുഷ്യരൂപം എടുത്തു. ശ്രീരാമൻ അനുഭവിച്ചെന്ന 100 നിങ്ങൾ ഞാൻ അനുഭവിച്ചിട്ടില്ല ഈ ഭൂമിയിൽ. 18 വയസ്സ് വരെ യുവരാജാവായിരുന്ന് 18 യുവരാജാവ് വാഴിക്കാൻ തുടങ്ങി. അപ്പൊ കൈകേയിയും ദശരഥനും കൂടെ പ്രശ്നം ഉണ്ടാക്കി കാട്ടിപ്പാമ്പ. കൈകേയിക്കും ദശരഥനും അയോധ്യയുടെ ഉണ്ടെങ്കിൽ യാതൊരു അവകാശമില്ല. അയോധ്യ എന്ന് പറയുന്നത് കൗസല്യത്തിന്റെ തലസ്ഥാനമാണ്. കൗസല്യാത്തിന്റെ രാജാവിന് ആകെ ഒരു മകളെ ഉള്ള കൗസല്യ. ആ കൗസല്യെ കല്യാണം കഴിച്ചപ്പോൾ ദശരഥന് കിട്ടിയ സ്ത്രീധനമാണ് അയോധ്യ. ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ദശരഥന്റെ ഫാദേഴ്സ് പ്രോപ്പർട്ടിയുള്ള അയോധ്യ. അങ്ങനെ തോന്നിയ പോലെ കാണിക്കാനായി കൗസല്യയുടെ മകന് മാത്രം അവകാശപ്പെട്ടാണ് അയോധ്യ. കാട്ടിപ്പോയി ഭാര്യ ഒരു കശ്മലം പിടിച്ചുകൊണ്ടുപോയി. 10 കൊല്ലം യുദ്ധം കഴിഞ്ഞ് തിരിച്ചു രക്ഷപ്പെടുത്തിക്കൊണ്ടുവന്ന് ഒരു കൊല്ലം കഴിഞ്ഞപ്പോൾ ഗർഭിണിയായി. അപ്പൊ ഏതോ ഒരു ആൾക്കാരൻ ഏതോ പ്രവൃത്തി എന്ന് പറഞ്ഞു വയറ്റിലുള്ളത് മിക്കവാറും രാവണന്റെ കുട്ടിയാണ്. സ്ത്രീകൾ ഗർഭിണിയായാല് ഭർത്താവിനേക്കാൾ വഴിയ ബന്ധവന്മാർക്കാണ് നമ്മൾ ഗർഭത്തെപ്പറ്റി റിസർച്ച് ചെയ്യുന്നത്. അങ്ങനെയാണ് ഇവന്റെ റിസർച്ച്. അങ്ങനെ ഭാര്യയെ കാട്ടിൽ ഉപേക്ഷിച്ച് ഭാര്യ നടന്ന് വാൽമീകിയുടെ ആശ്രമത്തിൽ പോയി രക്ഷപ്പെട്ട് അവസാനം അശ്വമേധ യാഗത്തെ പിടിച്ചു കെട്ടിയപ്പോൾ ശ്രീരാമൻ വന്നപ്പോൾ മക്കളെയും അമ്മയും കണ്ട് ഭാര്യയും കണ്ട് ഈശ്വരൻ മനുഷ്യനായി അവതരിച്ച് മനുഷ്യന്റെ കഷ്ടപ്പാട് അനുഭവിച്ചാൽ ദൈവം പോകുന്നതിന് മുമ്പ് മനുഷ്യനോട് പറയും മനുഷ്യ നീയാണ് ദൈവം എന്ന് പറയുന്നതാണ്. വിഷ്ണു ഭഗവാൻ 5 തവണ മനുഷ്യരൂപം എടുത്തു. ഭഗവതി 10 തവണ മനുഷ്യരൂപം എടുത്തു. പരമേശ്വരൻ 18 തവണ ജന്മം ഉണ്ടായതിൽ 12 മനുഷ്യരൂപത്തിലാണ്. അങ്ങനെ ഈശ്വരൻ ഭൂമിയിൽ വന്ന് നമ്മുടെ എല്ലാം കഷ്ടപ്പാട് സഹിച്ച ശേഷം പോകുമ്പോൾ ഈശ്വരൻ പറഞ്ഞു, മനുഷ്യ നീയും എന്നെ പോലെ ദൈവമാണ്. തത്വമസി. ശബരിമലയിലെ 18-ാം പടി കയറി ചെല്ലുമ്പോൾ തത്വമസി നീയും എന്നെ പോലെ ഈശ്വരനാണ്. ഇത് ലോകത്തിലെ മറ്റൊരു മതവും ചിന്തിക്കാത്ത ഒരു ആസ്പെക്റ്റാണ്. 9-ാമതായി, ഹൈന്ദവ ഈശ്വര സങ്കല്പത്തിന് വളരെ വലിയ മറ്റൊരു വ്യത്യാസം. ഞങ്ങളുടെയൊക്കെ ദൈവം ആകാശമേഘങ്ങൾക്ക് അപ്പുറത്തെവിടെയോ സ്വർഗത്തിരിക്കുന്ന ദൈവമാണ്. പക്ഷേ ഹിന്ദുക്കളുടെ ദൈവസങ്കല്പം മനുഷ്യനോടൊപ്പമുള്ള ഈശ്വര സങ്കല്പമാണ്. ഈശോവാസ ഉപനിഷത്ത് തുടങ്ങുകയാണ്. ഈശോവാസി വിധം സർവം. ദൈവം സ്വർഗത്തിരിക്കുന്ന ആളല്ല, പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞേക്കുന്ന ഒരു ഈശ്വരനാണ്. ആ ഈശ്വരനെ കാണാൻ വേണ്ടി എങ്ങും പോകണ്ട എന്നുള്ളതാണ്. 10-ാമതായി, വളരെ ശ്രദ്ധേയമായ ഒരു വ്യത്യാസം. മറ്റു മതങ്ങളുടെ ഈശ്വര സങ്കല്പം ഭീകരരൂപിയായി ആകാശത്തിരിക്കുന്ന ഒരു ഈശ്വരനാണ്. ഹിന്ദുക്കളുടെ ഈശ്വര സങ്കല്പമോ പുരുഷ ദൈവങ്ങളൊക്കെ അപ്പനാണ്, സ്ത്രീ ദൈവങ്ങളൊക്കെ അമ്മയാണ്. പുരുഷ ദൈവം ഗുരുവായൂരപ്പ, അയ്യപ്പ, ശിവപ്പ, വിഷ്ണുപ്പ, ബംഗാരപ്പ അപ്പനാണ്. ഈശ്വരൻ പുരുഷ ദൈവം അപ്പനാണ്. സ്ത്രീ ദൈവസങ്കല്പമോ കൊടുങ്ങല്ലൂരമ്മ, ചോറ്റാനിക്കര അമ്മ, സരസ്വതി അമ്മ, ലക്ഷ്മി അമ്മ, കാളി അമ്മ. സ്ത്രീ ദൈവങ്ങളൊക്കെ അമ്മയാണ്. ഇത് മറ്റൊരു ദൈവത്തിനും മറ്റൊരു മതത്തിനും ഇല്ലാത്തൊരു സങ്കല്പമാണ്. ക്രിസ്ത്യാനികളുടെ മാത്രം യേശുക്രിസ്തു പഠിപ്പിച്ച പ്രാർത്ഥനയില് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന പ്രാർത്ഥനയ്ക്കകത്ത് പറയുന്നത്. മറ്റൊരു മതത്തിനകത്തുള്ള സങ്കല്പമാണ് ഈശ്വരൻ പിതാവും മാതാവുമായി മാറിയിരിക്കുന്നു എന്നുള്ളത്.
അപ്പൊ ഈ ഈശ്വര സങ്കല്പത്തെ മറ്റു മതങ്ങളിൽ നിന്ന് വ്യത്യാസം കൃത്യമായി മനസ്സിലാക്കിയിട്ട് ഒരു ഹിന്ദു പ്രാർത്ഥിക്കാൻ കഴിയണം. അവിടെയാണ് എൻ്റെ മഹത്വം എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ഈശ്വര സങ്കല്പം പ്രതിഷ്ഠിച്ചിട്ടുള്ളതാണ് നമ്മുടെ ക്ഷേത്രങ്ങൾ. ക്ഷേത്രങ്ങൾക്ക് 4 ലെവലിലാണ് ക്ഷേത്രമായത്. ആദ്യം അത് കാവായത്. വൃക്ഷങ്ങളുടെ ചുവട്ടിൽ ഈശ്വര സങ്കല്പം വെച്ച് ആ ഈശ്വര സങ്കല്പത്തെ പ്രാർത്ഥിക്കുന്നതായിരുന്നു സങ്കല്പം. ആ കാവ് പിന്നെ കോവിലായി. കോവിൽ എന്ന് പറഞ്ഞാൽ ആ ഈശ്വര സങ്കല്പത്തിന്റെ പ്രതിഷ്ഠയുടെ മുകളിൽ വെയിലും മഴയും കൊള്ളാതെ ഒരു റൂഫ് ഉണ്ടാക്കി. അപ്പോഴത് കോവിലായി. കോവിൽ പിന്നെ അമ്പലമായി. ഈശ്വര സങ്കല്പമുള്ളിടത്ത് കാട്ടുമൃഗങ്ങൾ വരാനും ആക്രമണകാരികൾ വരാതിരിക്കാൻ വേണ്ടി ചുറ്റും മതിൽ കെട്ടി. ആ കോവിലിന്റെ വസ്തു എവിടം വരെ ഉണ്ടോ അതിന് ചുറ്റും മതിൽ കെട്ടി. മതിൽ കെട്ടിയപ്പോൾ അത് അമ്പലമായി. 1200 വർഷങ്ങൾക്ക് മുമ്പാണ് ക്ഷേത്രം എന്ന സങ്കല്പം ഉണ്ടാകുന്നത്. അമ്പലങ്ങളെ ക്ഷേത്രമാക്കി മാറ്റി. ഇപ്പൊ കാവ് എങ്ങനെ കോവിലായി, കോവിലെങ്ങനെ അമ്പലമായി, അമ്പലം എങ്ങനെ ക്ഷേത്രമായി, ഇത് കൃത്യമായി നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത്. ഈ നമ്മളൊരു ഈശ്വര സങ്കല്പ സ്ഥലത്ത് ചെയ്യുമ്പോൾ ഈ തമ്മിലുള്ള വ്യത്യാസം കൃത്യമായി മനസ്സിലാക്കണം. ഹൈന്ദവ സന്യാസിമാരെല്ലാം കൂടെ സംസാരിക്കുമ്പോൾ ഞാൻ വിഷയത്തിലോട്ട് കടക്കുന്നില്ല. അപ്പൊ അങ്ങനെയുള്ളപ്പോൾ ഒരു ക്ഷേത്രത്തിലെ ഈശ്വരനും അടുത്ത ക്ഷേത്രത്തിലെ ഈശ്വരനും വ്യത്യസ്തമാണ് എന്ന തെറ്റിദ്ധാരണ നമുക്കുണ്ടാവാൻ പാടില്ല. ശങ്കരാചാര്യർ സന്യാസം സ്വീകരിക്കുമ്പോൾ അമ്മയോട് പറഞ്ഞു, അമ്മേ, അമ്മ മരണക്കിടക്കലാവുമെന്ന് അറിഞ്ഞാൽ ഞാൻ അപ്പോഴെത്തുന്നു. ശങ്കരാചാര്യർ കാശി നിൽക്കുമ്പോഴാണ് അമ്മ മരണക്കിടക്കയിലാണെന്ന് മനസ്സിലായത്. ശങ്കരാചാര്യർ വളരെ പെട്ടെന്ന് അമ്മയുടെ അടുത്തെത്തി. എന്നിട്ട് അമ്മയുടെ മുമ്പാകെ ശങ്കരാചാര്യർ പാടിയ പാട്ടാണ് മാതൃസ്തോത്രം. അമ്മ ആരാണ് എന്ന് ഡിഫൈൻ ചെയ്യുന്ന സ്തോത്രമാണ്. ശങ്കരാചാര്യർ പറഞ്ഞു, ഓരോ അമ്മ കുഞ്ഞിനെ ഗർഭം ധരിച്ച് 10 മാസം ഗർഭത്തിന്റെ പ്രശ്നങ്ങളെല്ലാം വഹിച്ചുകൊണ്ട് നടന്ന് അവസാനം വേദനയോടുകൂടി രക്തമൊഴുക്കി പ്രസവിച്ച് കുട്ടിക്ക് മുലപ്പാൽ കൂട്ടി കുട്ടിക്ക് മലമൂത്ര വിസർജനങ്ങളെടുത്ത് കുട്ടിയെ നടക്കാൻ പഠിപ്പിച്ച് കുട്ടിയെ വളർത്തി ഒരു പുരുഷനാക്കി ഒരു സ്ത്രീയാക്കി മാറ്റുകയാണ്. ഒരമ്മ മകന് ചെയ്ത കാര്യങ്ങൾ തത്തുല്യമായി ഒരു മകനും നമുക്ക് ചെയ്യാൻ പറ്റിയല്ല. ചക്രവർത്തി ആയാലും പറ്റിയല്ല, കോടീശ്വരനാണേലും പറ്റിയല്ല. ശങ്കരാചാര്യ പറയുന്ന പ്രസൂനം, ഒന്നിലേറെ ജന്മങ്ങൾ ഈ ഭൂമിയിൽ കിട്ടിയാൽ പോലും ഒരമ്മ ചെയ്തതിന് തത്തുല്യമായി ഒരു മകനും ചെയ്യാൻ പറ്റില്ല. പക്ഷേ അച്ഛൻ്റെ അമ്മയുടെയും അവസാനത്തെ ആഗ്രഹം എന്തെങ്കിലും ഒരു കുട്ടിക്ക് സാധിച്ചു കൊടുക്കാൻ പറ്റിയാൽ അത് വലിയ പുണ്യമാണ്. അതുകൊണ്ട് അമ്മേ, എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു കാര്യം അമ്മ എന്നോട് പറയണം. ആര്യാമ്പ മകനോട് പറഞ്ഞു, മോനെ, ഞങ്ങൾ ശിവഭക്തരായിരുന്നു. നിന്റെ അച്ഛൻ ശിവഗുരുവാണ്, ഞാൻ ആര്യാമ്പയാണ്. നിന്നെയൊക്കെ ഞങ്ങൾ പേരിട്ടത് ശങ്കരൻ എന്നാണ്, പരമശിവന്റെ പേരാണ്. അതുകൊണ്ട് നിന്റെ തപശക്തി ഉപയോഗിച്ച് എന്നെ ശങ്കരനൊന്ന് കാണിക്കാം, പരമശിവനൊന്ന് കാണിക്കാൻ പറ്റുന്നത്. ശങ്കരാചാര്യ ഇത് ചിലപ്പോൾ എന്നെ കൊണ്ട് പറ്റും. അമ്മ ഒരു കാര്യം ചെയ്യും, കണ്ണടച്ചോ. ഞാൻ മന്ത്രം ജപിക്കുമ്പോൾ അമ്മ കണ്ണു തോന്നി നോക്കിയാൽ പരമശിവനെ കാണാമോ. ശങ്കരാചാര്യരുടെ പ്രസിദ്ധമായ സ്തോത്രം തുടങ്ങുന്നത് ബ്രഹ്മഭഗവാനെ സ്തുതിച്ചുകൊണ്ടാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ അമ്മ കണ്ണു തോന്നി നോക്കുമ്പോൾ സാക്ഷാൽ ബ്രഹ്മഭഗവാൻ മുമ്പേ നിൽക്കുന്നു. അമ്മ വിചാരിച്ചു പരമശിവനെ കാണിക്കാനല്ലേ പറഞ്ഞ്, ബ്രഹ്മാവിധ ഫ്രണ്ടിൽ നിൽക്കുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ശങ്കരാചാര്യർ വിഷ്ണു ഭഗവാനെ സ്തുതിച്ചുകൊണ്ട് പാടാൻ തുടങ്ങി. നമസ്തേ നമസ്തേ ജഗന്നാഥ വിഷ്ണു, നമസ്തേ നമസ്തേ ഗദാചക്രപാണി തുടങ്ങാണ്. അമ്മ കണ്ണു തുറന്നപ്പോൾ സാക്ഷാൽ വിഷ്ണു ഭഗവാൻ ഫ്രണ്ട് നിൽക്കുന്നു. അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമായി. പരമശിവനെ കാണാനല്ലേ പറഞ്ഞുള്ളൂ, ബ്രഹ്മാവിനെ കണ്ടു, മഹാവിഷ്ണുവിനെ കണ്ടു. അപ്പം ശങ്കരാചാര്യർ പരമശിവനെ സ്തുതിച്ചുകൊണ്ട് പാടാൻ തുടങ്ങി. പരമശിവനെ സ്തുതിച്ചുകൊണ്ട് അങ്ങോട്ട് പാടാൻ തുടങ്ങിയപ്പോൾ അമ്മ കണ്ണു തുറന്നപ്പോൾ സാക്ഷാൽ പരമശിവൻ ഫ്രണ്ടിൽ നിൽക്കുന്നു. ശങ്കരാചാര്യ സ്തോത്രം നിർത്തിയപ്പം അപ്രത്യക്ഷമായി. അമ്മ കണ്ണു തുറന്നിട്ട് പറഞ്ഞു, പൊന്നുമോനെ, എനിക്ക് സന്തോഷമായി. ഞാൻ പരമശിവനെ കാണാൻ എന്നോട് ആവശ്യപ്പെട്ടുള്ളൂ. നീ എന്നെ ദേവത്രയങ്ങൾ ബ്രഹ്മാവിനെ വിഷ്ണുവിനെ മഹേശ്വരനെ കാണിച്ചു. ഞാൻ എന്തോ ഒരു പുണ്യമാമോനെ എനിക്ക് കിട്ടിയത്. ശങ്കരാചാര്യ പറഞ്ഞു, അമ്മയുടെ ലെവൽ ഓഫ് തിങ്കിങ്ങിലാണ് ഇത് മൂന്നാണെന്ന് അമ്മയ്ക്ക് തോന്നിയത്. ഇത് ഒന്നാണെന്ന് അമ്മയൊന്ന് ധരിപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ ബ്രഹ്മാവിനെ വിഷ്ണുവിനെ മഹേശ്വരനെ അങ്ങേ 3 ഫോമിൽ കാണിച്ചത്. 3 ഒരേ ഈശ്വരനാണ് അമ്മേ, ഒരേ ഈശ്വരന്റെ 3 ഭാവങ്ങളാണ്. അമ്മ സത്യോടുകൂടി മരണമടഞ്ഞു. ശങ്കരാചാര്യർ പോയി
കാശിയിലെ ശാരദാ പീഠത്തിൽ ചെന്നിട്ട് അവിടെ വെച്ച് സർവജ്ഞ പീഠം കയറി. 64 പണ്ഡിതന്മാരെ അതിന് മുമ്പോ പിൻപോ ആരും പരാജയപ്പെടുത്തിയിട്ടില്ല. ചരിത്രത്തിൽ ആകെ ഒരു ശങ്കരാചാര്യർക്ക് മാത്രമേ 64 പേരെയും പരാജയപ്പെടുത്തി നമ്പർ 1 ആവാൻ പറ്റുള്ളൂ. മറ്റേതൊക്കെ സീനിയർ ചാവുമ്പോൾ ജൂനിയർ പ്രൊമോഷൻ കിട്ടിപ്പിട്ടിയാണ് മേലിൽ പോയിക്കൊണ്ടിരുന്നത്. സർവജ്ഞപീഠം കയറിയ ശേഷം ശാരദാപീഠത്തിന് മുമ്പിൽ ഇരുന്ന് ശങ്കരാചാര്യർ ദേവിയെ സ്തുതിച്ചുകൊണ്ട് പാടാൻ തുടങ്ങി. അതാണ് വിശ്വപ്രസിദ്ധമായ ത്രിപുരസുന്ദരി ദർശന ലഹരി എന്ന് തുടങ്ങുന്ന ഭക്തി ഗാനം. ആദ്യം മൂദേവി വന്ന് ഡാൻസ് ചെയ്ത് തിരിച്ചുപോയി. അത് കഴിഞ്ഞ് ദുർഗാ ഭഗവതി ഡാൻസ് ചെയ്ത് തിരിച്ചുപോയി. അത് കഴിഞ്ഞ് ലക്ഷ്മി ഭഗവതി വന്നു ഡാൻസ് ചെയ്ത് തിരിച്ച് വിഗ്രഹത്തിൽ പോയി ലയിച്ചു. പിന്നെ സരസ്വതി ഭഗവതി വന്നു ഡാൻസ് ചെയ്ത് തിരിച്ച് വിഗ്രഹത്തിൽ പോയി ലയിച്ചു. 8 ദേവീഭാവങ്ങൾ വന്നു കഴിഞ്ഞ് 9ാമതായി വന്നത് കാളി ഭഗവതിയാണ്. ഈ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്ന കാളി ഭഗവതിയാണ്. കാളി ഭഗവതിയെ കണ്ടുടനെ ശങ്കരാചാര്യർ പറഞ്ഞു, വിശ്വേശ്വരനിൻ കനകകളയവര ദർശനമേ പരമാനന്ദം, ആനന്ദം പരമാനന്ദം, ആനന്ദം സച്ചിദാനന്ദം. അത് കഴിഞ്ഞ് എല്ലാ ദേവീഭാവങ്ങളും വിഗ്രഹത്തിൽ ലയിച്ചു കഴിഞ്ഞപ്പോൾ ശിഷ്യന്മാർ വന്നു, എന്താ ഗുരു ഈ കാണിച്ചത്? ഗുരു പറഞ്ഞു, നിങ്ങളുടെയൊക്കെ ഉള്ളിൽ ഈ ദേവീഭാവങ്ങൾ വ്യത്യസ്തമാണെന്നൊരു തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു. ദുർഗാ ഭഗവതി വേറെ, കാളി ഭഗവതി വേറെ എന്ന്. ആ തെറ്റിദ്ധാരണ ഒന്ന് മാറ്റാൻ വേണ്ടി ഞാനും ചെയ്തതാണ്. ഈ ദേവീഭാവങ്ങളെല്ലാം ഒന്നു തന്നെയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ ശിഷ്യൻ ചോദിച്ചു, ഗുരു, അങ്ങ് കാളി ഭഗവതി വന്നപ്പോഴാണല്ലോ വിശ്വേശ്വരൻ കനകകളയുടെ ദർശനി എന്ന് പറഞ്ഞത്. കാരണം ലക്ഷ്മി ഭഗവതി സുന്ദരിയാണെന്നാണ് സങ്കല്പം, സരസ്വതി ദേവി സുന്ദരിയാണെന്നാണ് സങ്കല്പം. കാളി ഭഗവതി അങ്ങനെയല്ല, കറുത്തിരുണ്ട്, നെഞ്ചത്ത് ഈ സ്കള്ളൊക്കെ തൂക്കിയിടുന്നൊരു ഭഗവതിയാണ്. ശങ്കരാചാര്യർ പറഞ്ഞു, എല്ലാ ദേവിമാരും സുന്ദരിമാരാണ്, കാളി ഭഗവതി ഉൾപ്പെടെ. കാളി ഭഗവതി ഒറിജിനൽ നിറം സ്വർണ്ണ നിറമാണ്, സ്വർണ്ണ നിറം. അതുകൊണ്ടാണ് ഞാൻ വിശ്വേശ്വരൻ കനക കളയവര ദർശനമേ എന്ന് പാടിയത്. ആ ദർശനത്തിൽ കേരളത്തിലെ കാളി ഭഗവതി ക്ഷേത്രങ്ങളിൽ 4 ക്ഷേത്രങ്ങളിൽ സ്വർണ്ണ നിറത്തിലെ സുന്ദരിയാണ്. ഒന്ന് കണ്ണൂരിൽ ഏറ്റവും കൂടുതൽ അത്ഭുതം നടക്കുന്ന മൃദംഗ ശൈലേശ്വരി ദേവി സ്വർണ്ണ നിറത്തിൽ സുന്ദരിയായിട്ടാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. 12 രാജകൊട്ടാരത്തിലെ ഒഫീഷ്യൽ ക്ഷേത്രം കാളി ഭഗവതി ക്ഷേത്രമാണ്. അവിടുത്തെ കാളി ഭഗവതി സ്വർണ്ണത്തിലാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. കേരളത്തിൽ അങ്ങനെ 4 ക്ഷേത്രങ്ങളിലാണ് കനക കളയബലിയായ കാളി ഭഗവതി പ്രതിഷ്ഠിച്ചിട്ടുള്ളത്. പിന്നെ ശാന്തഭാവത്തിലുണ്ട്. ഈ ക്ഷേത്രത്തിലാണെങ്കിൽ കിരീടം വെച്ച കാളി ഭഗവതിയാണ്, സ്വർണം കൊണ്ട് പൂശിയ കിരീടം വെച്ച കാളി ഭഗവതിയാണ്. അപ്പൊ ഈ ഒരു ദേവിയും മറ്റൊരു ദേവിയും രണ്ടല്ല, ഒന്നാണ് എന്ന് ഒരു ഭക്തന് ഒരു ലെവൽ കഴിയുമ്പോൾ മനസ്സിലായിരിക്കണം. അത് മനസ്സിലാക്കുമ്പോഴാണ് ആ ആരാധനയ്ക്ക് ശരിയായ രൂപവും ഭാവവും വരുന്നത്. അപ്പൊ ഭഗവാൻ വിഷ്ണുവിന്റെ ദശാവതാരമാണ് മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം, വാമനൻ, രാമോ രാമച്ച, രാമകൃഷ്ണ, കൽക്കി. അപ്പോൾ ഒരു ദേവീ ക്ഷേത്രത്തിൽ ചെല്ലുമ്പോൾ ദേവിയുടെ ദശാവതാരങ്ങൾ നമ്മൾ കൃത്യമായി അറിഞ്ഞിരിക്കണം. ദേവീ ഭാഗവത്തിലാണ് ദേവിയുടെ ദശാവതാരങ്ങൾ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഭഗവതി ആദ്യമായി ഭൂമിയിൽ വന്നത് ജ്ഞാനേശ്വരിയായിട്ടാണ്. ത്രിപുരയിലെ രാജാവിൻ്റെ ഭാര്യയെ ജ്ഞാനം കൊണ്ട കൊട്ടാരത്തെയും ജനങ്ങളെയും സന്തോഷിപ്പിക്കാൻ വേണ്ടിയാണ് ഭഗവതി അങ്ങനെ വന്നത്. രണ്ടാമതായി ഭഗവതി വന്നത് ദുർഗാ ഭഗവതിയായിട്ടാണ്. ചില പുരുഷന്മാരെ അൺകൺട്രോളബിളായ അവന്മാരെയൊക്കെ നിയന്ത്രിക്കാൻ സ്ത്രീക്ക് തന്നെയാണ് കഴിവ്. സ്ത്രീക്ക് തന്നെയാണ്. ബീജഭീഷുക്കളായി പുറത്തറിയപ്പെടുന്ന പല പുരുഷനും വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ മലയാളത്തിൽ പറഞ്ഞ പെൺകോന്തന്മാരാണ്. പെണ്ണുങ്ങളോടൊന്നും അനുസരിച്ച് നിൽക്കും. പോലീസിലെ ഭീകരനോ എല്ലാവരെയും വിരട്ടുന്ന ഒരു DGP ഉണ്ടായിരുന്നു. ഒരിക്കൽ ആ വീട്ടിൽ ചെന്നപ്പോഴാണ് മനസ്സിലാവുന്നതാണ് DGPയെ ഭാര്യയെ കൈകാര്യം ചെയ്യുന്നതില്ല, ഡോളിനെ കൈകാര്യം ചെയ്തോൾ ഞാൻ പറ്റുന്ന സ്ത്രീക്ക് മാത്രമേ കപ്പാസിറ്റി ഉള്ളൂ. അതാണ് ദുർഗാ ഭഗവതി വന്നിട്ട് അസുരന്മാരെയൊക്കെ തോപ്പിക്കുന്നത്. അത് കഴിഞ്ഞ് ഭഗവതി മൂന്നാമതായി വന്നത് കാളി ഭഗവതിയായിട്ടാണ്. കാളി ഭഗവതിയുടെ പ്രത്യേകത ക്ഷിപ്രസാധ്യ. മറ്റൊരു പുരുഷദേവനും സ്ത്രീദൈവവും കനിയുന്നതിന് മുമ്പ് ആദ്യം ഭക്തന്റെ പ്രാർത്ഥന കേട്ട് സാധിച്ചു കൊടുക്കുന്ന ആളാണ് കാളി ഭഗവതി. അതുകൊണ്ടാണ് കാളി ഭഗവതിയുടെ പ്രത്യേകതയാണ് ക്ഷിപ്രസാധ്യം. അപ്പം തന്നെ പ്രാർത്ഥന കേട്ട ഉടനെ സാധിച്ചു. നാലാമതായി ഭഗവതി
പരമശിവന്റെ ഭാര്യയായ പാർവതിയായി വന്നു. പരമശിവൻ രൂപം മാറുമ്പോൾ പാർവതി രൂപം മാറും. പരമശിവൻ ഭൈരവനായപ്പോൾ പാർവതി മുത്താരമ്മയായി. ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. അഞ്ചാമതായി മനുഷ്യന് പണമുണ്ടായി, സ്വത്തുണ്ടായി. ആ സ്വത്തിനൊരു ദേവതാസങ്കല്പം വേണം. അതിന് ഭഗവതി അഞ്ചാമതായി ലക്ഷ്മി ഭഗവതിയായി ഭൂമിയിൽ വന്നു. ആറാമതായി മനുഷ്യന് അറിവുണ്ടായി. അവൻ പുസ്തകം എഴുതി, പുസ്തകം ബൈൻഡ് ചെയ്ത് ലൈബ്രറി ഉണ്ടാക്കി, സ്കൂളും കോളേജും ഉണ്ടാക്കി. അപ്പോൾ വിദ്യാഭ്യാസത്തിൻ്റെ അറിവിൻ്റെ ഒരു ദേവതാസങ്കല്പം വേണം. അതിന് ആറാമതായി ഭഗവതി സരസ്വതിയായി ഭൂമിയിൽ വന്നു, സരസ്വതി ഭഗവതിയായി വന്നു. ഏഴാമതായി ശ്രീകൃഷ്ണൻ ഭൂമിയിൽ വന്നപ്പോൾ അദ്ദേഹത്തിന് കൂട്ടായി ഭഗവതി ഭൂമിയിൽ അവതരിച്ചു. ഭഗവതി രാധയായിട്ടാണ് ഭൂമിയിൽ വന്നത്, രുക്മിണിയായിട്ടല്ല, സത്യഭാമയായിട്ടല്ല, നമ്പർ 1 നമ്പർ 2 ഭാര്യമാരായിട്ടല്ല വന്നത്. ഭഗവതി എന്തിനാണ് രാധയായി വന്നത്? സ്ത്രീ പുരുഷ പ്രേമം, സ്നേഹം എത്ര അനശ്വരമാണെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയാണ്. രാധയ്ക്കും ഭഗവാൻ കൃഷ്ണനും മഹർഷിയുടെ ശാപം കാരണം ഒരിക്കലും കല്യാണം കഴിക്കാൻ പറ്റിയല്ല. രണ്ടുപേർക്കും അറിയാലോ കല്യാണം കഴിക്കാൻ പറ്റിയല്ല. കല്യാണം കഴിക്കാതെ, ശാരീരിക ബന്ധമില്ലാതെ ഒരു പുരുഷനും സ്ത്രീയും എങ്ങനെയാണ് പ്രേമിക്കുക, എങ്ങനെയാണ് സ്നേഹിക്കുക? അത് ലോകത്തിന് കാണിച്ചു കൊടുത്തത് രാധയും ഭഗവാൻ കൃഷ്ണൻ തമ്മിലുള്ള അനശ്വര പ്രേമമാണ്. ഭഗവാൻ കൃഷ്ണൻ പാടും, രാധ നൃത്തം ചെയ്യും. ഉഗ്രം കോമ്പിനേഷനാണ്. അവസാനം രാധ മരിക്കാറായി. രാധ ഭഗവാൻ കൃഷ്ണൻ ഒരു എഴുത്ത് കൊടുത്ത് അയച്ചു, ഞാൻ മരിക്കാറായി, എനിക്കൊരു അന്ത്യ അഭിലാഷമുണ്ട്. ഞാൻ മരിക്കുമ്പോൾ അങ്ങ് എൻ്റെ അടുത്തിരുന്ന് മുരളീരവം ഇങ്ങനെ മുഴക്കിക്കൊണ്ടേയിരിക്കണം. ഭഗവാൻ പല്ലക്കയച്ച് രാധയെ ദ്വാരകയിൽ കൊണ്ടുവന്നു. ദ്വാരകയിൽ കൊണ്ടുവന്ന് പ്രധാന ഭാര്യ കിടക്കുന്ന ബെഡ്റൂമിലോട്ട് കൊണ്ടുവന്ന് കിടത്തി. ഇപ്പോഴാണെങ്കിൽ രുക്മിണിയും സത്യഭാമയും ആകാശവിളക്കാണ്. ഇപ്പോഴത്തെ സ്ത്രീകളെല്ലാം ആണെങ്കിൽ അവർക്കറിയാം ഇത് അനശ്വരമായ പ്രയോഗമാണ്. ഭഗവാൻ അറിയാൻ രാധ മരിക്കാൻ പറ്റുന്ന സമയം. അതുകൊണ്ട് രാധ മരിക്കുന്നതിന് 36 മണിക്കൂർ മുമ്പ് മുതൽ ഭഗവാൻ മുരളീരവം മുടക്കാൻ തുടങ്ങി. 36 മണിക്കൂർ ആ ഹരി മുരളീരവം കേട്ട് ശാന്തയായി രാധ മരണത്തിലേക്ക് ഊർന്ന് വീണു. ഭഗവാൻ എന്ന് പാടിയ പാട്ടാണ് ഹരി മുരളീരവം. യേശുദാസ് ഹരി മുരളീരവം പാടുന്നത് കേൾക്കാത്ത, മോഹൻലാലിന്റെ അഭിനയം ആ സമയത്ത് കാണാത്ത ആരെയും സാധിച്ചുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നില്ല. പ്രസിദ്ധമായ ഹരി മുരളീരവം മുഴക്കി അത് കേട്ടുകൊണ്ട് രാധ മരണത്തിലേക്ക് വീണു. രാധ മരിച്ചു കഴിഞ്ഞപ്പോൾ ഭഗവാൻ പറഞ്ഞു, ഇനി ഞാൻ ഈ മുരളി വായിക്കുകയില്ല. രാധ മരിച്ചപ്പോ രാധയുടെ മരണക്കേക്കാൻ അടുത്തുള്ള മേശപ്പുറത്ത് മുരളി താത്തു വെച്ചു. പിന്നെ ഭഗവാൻ പാടിയിട്ടില്ല. അനശ്വര പ്രേമവും സംഗീതവും നൃത്തവും ഒക്കെ എത്ര സമഞ്ജസ സമ്മേളനമാണെന്ന് ഭഗവാൻ നമ്മെ പഠിപ്പിക്കുകയാണ്. എട്ടാമതായി ഗായത്രി മന്ത്രം ഭൂമിയിൽ അവതരിക്കണം. ഭഗവാൻ ഭഗവതി ആലോചിച്ചു. ഭഗവതി പറഞ്ഞു, ഗായത്രി എന്നുള്ള പേര് തന്നെ സ്ത്രീലിംഗമാണ്, അതുകൊണ്ട് ഞാൻ പൊക്കളാണ്. ഭഗവതി സ്ത്രീ രൂപമെടുത്ത് ഭൂമിയിൽ വന്ന് ഗായത്രി മന്ത്രം മനുഷ്യരൂപം എടുത്തു. അങ്ങനെ ഗായത്രി മന്ത്രം ഭൂമിയിൽ പാടിക്കേൽപ്പിച്ച് മനുഷ്യന്റെ ഹൃദയത്തിലേക്ക് അത് പതിച്ചു. ഗായത്രിയെ ഭൂമിയിൽ വന്നപ്പോൾ ഒമ്പതാമതായി ഭഗവതി ശക്തീശ്വരിയായി ഭൂമിയിൽ വന്നു. പുരുഷനും സ്ത്രീക്കും ശക്തിയുണ്ട്. പക്ഷേ പുരുഷൻ ചിലപ്പോൾ ശക്തി ആവശ്യമായ സമയത്ത് അവൻ പോലീസ് ഭാഷ പറഞ്ഞ സായിപ്പിനെ കാണുമ്പോൾ കവാത്ത മറന്നുകളയും. അതാണ് അവന്റെ കുഴപ്പം. സ്ത്രീ അങ്ങനെയല്ല. ക്രൈസിസ് വന്നുകൊണ്ടല്ലോ സ്ത്രീ അനങ്ങത്തില്ല. സ്ത്രീ നല്ല കട്ടിയായിട്ട് അവിടെ നിൽക്കും. അത് സ്ത്രീയുടെ ഒരു പ്രത്യേകതയാണ്. അർജുനൻ വില്ലാതെ വീരനായിരുന്നു. പരമശിവന്റെ അമ്പുകളെല്ലാം കയ്യിലുണ്ട്. 10,000 പേരെ ഒരേ സമയം നേരിടാൻ പറ്റിയ മഹാരഥനാണ്. പക്ഷെ യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് ഭഗവാൻ അർജുനനെ നേരെ കൗരവസേനത്തിലെ പാണ്ഡവസേന നടുക്കൊണ്ട് നിർത്തി. അർജുനോട് പറഞ്ഞു, ദോണ്ട് നിൽക്കുന്നുണ്ടല്ലോ ഭീഷ്മരൻ, അവനാണ് നമ്മൾ ആദ്യത്തെ ടാർഗറ്റ്, അവനെയാണ് ആദ്യം കൊല്ലണം. അതിനിപ്പുറത്ത് ദ്രോണൻ നിൽക്കുന്നുണ്ടോ, നിന്റെ ഗുരു, അവനെയാണ് രണ്ടാമത് തട്ടേണ്ടത്. അതിൻ്റെ ഇപ്പുറത്ത് തന്നെ അങ്കിൾ കൃപ നിൽക്കുന്നില്ലേ, അവനാണ് മൂന്നാമത് തട്ടേണ്ടത്. 4 പേരുടെ പേര് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്ക് അർജുനൻ പറഞ്ഞു, ഭഗവാനെ എൻ്റെ നാക്ക് വെക്കുന്ന ഭഗവാനെ, എൻ്റെ കൈ ഉറക്കുന്ന ഭഗവാനെ, ഗാന്ധിയോന്റെ കയ്യിൽ താഴെ പോകുന്ന ഭഗവാനെ, ഞാനിതാ തലറങ്ങി താഴെ പോകുന്ന ഭഗവാനെ, ഡിം അർജുനൻ നാടകം തകർത്താട്ട്. ഇതാണ് ഭയങ്കര ആളാ, ഇല്ലാളെ വീരണ പറഞ്ഞിട്ട് കാര്യമുള്ള ഭഗവാൻ. പിന്നെ ഭഗവത്ഗീത 701 ശ്ലോകങ്ങൾ
7 മണിക്കൂർ കൊണ്ട് ചൊല്ലിക്കേൾപ്പിച്ചിട്ടാണ് ഇവൻ പൊങ്ങിയത് അർജുനൻ. സ്ത്രീയാണെങ്കിലോ, സ്ത്രീ അപാര കപ്പാസിറ്റി. യുദ്ധം തുടങ്ങാൻ പോകുന്നതിന് മുമ്പ് സമാധാന ദൂതിന് ഭഗവാൻ കൃഷ്ണൻ ദുര്യോധനന്റെ കൊട്ടാരത്തിലൂടെ പോവാൻ ആചാര്യൻ ഇറങ്ങണം. ഭഗവാനയുടെ തലമുടി കണ്ടോ? ആ ദുശാസനന്റെ നെഞ്ച് പുലർന്ന് കൈ മുക്കിക്കൊണ്ട് ഭീമൻ വന്നതിന്റെ തലമുടി കണ്ടാൽ ഞാൻ കേട്ടതില്ല. അറിയാമല്ലോ, ഓർമ്മയുണ്ടല്ലോ? ഓർമ്മയുണ്ട്. അതോടെ സമാധാന ശ്രമം വീഴും. സ്ത്രീക്ക് അപാര കപ്പാസിറ്റിയാണ്. 1971 ബംഗ്ലാദേശ് യുദ്ധം നടക്കുകയാണ്. അമേരിക്ക കപ്പൽ പട അയച്ചു. ഹൂഗ്ലിയിൽ വന്ന് നിൽക്കുന്നു കപ്പൽ പട, 7ാം കപ്പൽ പട. എന്റർപ്രൈസ് എന്ന വിശ്വപ്രസിദ്ധമായ കപ്പൽ നയിക്കുന്ന ഒരേ സമയം 200 മിസൈലുകൾ വിട്ട് ഇന്ത്യയുടെ മുഴുവൻ പട്ടണവും ഭസ്മമാക്കാൻ പറ്റും. യുദ്ധം നിർത്താൻ പറഞ്ഞു. ഇന്ദിരാഗാന്ധി നിർത്തിയില്ല. ഇന്ദിരാഗാന്ധി പറഞ്ഞു, ധാക്ക വീഴാതെ യുദ്ധം നിർത്തുന്ന പ്രശ്നമില്ലാതെ. ഡിസംബർ 14 കപ്പൽ പട എത്തി. ഇന്ത്യയുടെ ഏത് പ്രധാനമന്ത്രിയാണെങ്കിലും, നെഹ്റു ആണെങ്കിലും ശാസ്ത്രി ആണെങ്കിലും ഉള്ള യുദ്ധം നിർത്തിയതിനായിരുന്നു. ഞാൻ നിർത്തിയില്ല. ഇതാണ് 3 ദിവസം കഴിഞ്ഞ് ധാക്ക വീണ് കഴിഞ്ഞപ്പം നിർത്തി യുദ്ധം. ഇതാണ് സ്ത്രീ, അസാമാന്യ കപ്പാസിറ്റി. ജസ്റ്റിൻ ചക്രവർത്തി കോൺസ്റ്റാന്റിനോപ്പിളിലെ ചക്രവർത്തിയാണ്. കോൺസ്റ്റാന്റിനോപ്പിൾ വലിയ വിപ്ലവം ഉണ്ടായി. 19,000 വിപ്ലവകാരെ മാർച്ച് ചെയ്ത് വരികയാണ്. ജസ്റ്റിൻ ഓടി അന്തപ്പുരത്തിൽ വന്നു. തിയോഡോറ എന്ന് പറഞ്ഞൊരു ഡാൻസുകാരി പെണ്ണിന്റെ സൗന്ദര്യം കണ്ട് ഇയാൾ കല്യാണം കഴിച്ച. തിയോഡോറ പെട്ടെന്ന് വിഷമം, നമുക്ക് സ്വർണ്ണമൊക്കെ എടുത്തോ, രക്തമൊക്കെ എടുത്തോളാം പറഞ്ഞു. തിയോഡോറ എന്തോ അതാണ്ട് വിപ്ലവം നടക്കുന്നു, ജീവനും കൂടെ രക്ഷപ്പെടണം. തിയോഡോറ പറഞ്ഞു, നിനക്ക് വേണമെങ്കിൽ പോ, ഞാൻ വരത്തില്ല. എടോ, താൻ ഇവിടുന്ന് ഓടിയാവുണ്ടല്ലോ, ലോകാവസാനം വരെ തന്നെ ഭീരു നമ്പർ 1 ആണെന്ന് ജനങ്ങൾ പറയും. നമ്മളൊക്കെ ഇടുന്ന ഈ രാജാക്കന്മാർക്കൊന്ന് പുറത്തുണ്ടല്ലോ, രാജാക്കന്മാർക്ക് ബെസ്റ്റാണ്. ചമൻ പൊതിയാനും ബെസ്റ്റാടോ. നീ വേണമെങ്കിൽ പോ, ഞാനിതാ ഉള്ള സൈനികരെ കൊണ്ട് അവരെ നേരിടാൻ പോകുന്നത്. പെണ്ണുമ്പുള്ളുടെ ധൈര്യം കണ്ടു ജസ്റ്റിൻ അമ്പരന്ന് പോയി. സേനാനായകനെ വിളിച്ച് ബെലിസാറസിനെ നേരിടാമെന്ന് വെച്ചു. നേരിടാമെന്ന്, നാളെ ശവം ഉണ്ടെന്ന്. ബെലിസാറസ് സൈന്യമായിട്ട് പോയി 30,000 പേരെ വെട്ടിക്കൊന്ന സമരം അടിച്ചമർത്തി. അത് കഴിഞ്ഞാണ് ജസ്റ്റിന് സ്കോർ ഉണ്ടായത്. അത് കഴിഞ്ഞാണ് ഹാഗിയ സോഫിയ ഉണ്ടാക്കിയത്. അത് കഴിഞ്ഞ് 1000 കൊല്ലം ബൈസനിന്റെ എംപയർ നിലനിന്നു. പെണ്ണുമ്പിളക്ക് ധൈര്യം ഇല്ലായിരുന്നെങ്കിലേ ബൈസാനിന്റെ എംപയറിന്റെ കാറ്റ് അതോടെ പോയെങ്കിലും. ഇതാണ് സ്ത്രീ. പുരുഷനും ഒരാളോട് വഴക്കുണ്ടാവും, ചിലപ്പം ചീത്ത വിളിച്ചില്ലെങ്കിൽ ഒരു അടിയും കൊടുക്കുന്നിരിക്കും. 2-3 ദിവസം കഴിഞ്ഞ് പുരുഷൻ എന്ന് പറയട്ടെ, ക്ഷമിക്കട്ടെ, ഞാൻ അപ്പോൾ ദേഷ്യം ചെയ്തോ, നീ എന്നോട് ക്ഷമിക്കുന്നത്. സ്ത്രീ പെടുന്ന പ്രശ്നമില്ല. മരണം വരെ അത് തെറ്റോണ്ടിരിക്കും. അമ്പയാണെങ്കിൽ മരണം വരെ ഭീഷ്മോടുള്ള വിരോധം കൈവച്ചോണ്ടിരുന്നത് പുനർജന്മോടുത്ത് അടുത്ത ജന്മത്തിൽ ശിക്കണ്ടിയായിട്ട് പോയി ഭീഷ്മരെ കൊന്നു അമ്പ. സ്ത്രീക്ക് അങ്ങനെയാണ്, വിട്ടുകൊടുക്കുകയാണ്. അസാമാന്യ ധൈര്യം. അതുകൊണ്ടാണ് ഭഗവതി ശക്തീശ്വരിയായി വന്നു. അവസാനത്തെ അവതാരം എന്തായി പോണം ഭൂമിയിലേക്ക്. ഭഗവതി ചർച്ച ചെയ്തത് ഭഗവതി പറഞ്ഞു, ഞാൻ അവസാനത്തെ അവതാരം മനുഷ്യന്റെ നാക്കിന് മധുരം കൊടുക്കുന്ന തേനിന്റെ ദേവതയായി പോകുമ്പോൾ നാക്കിന് മധുരം കിട്ടും, തലച്ചോറിന് ബുദ്ധി ഉണ്ടാവാൻ ബെസ്റ്റാണ്. പരീക്ഷ എഴുതാൻ പോകുന്ന കുട്ടികൾക്ക് 1 സ്പൂൺ തേൻ കൊടുത്തിട്ട് വിട്ടാൽ കുട്ടിക്ക് പരീക്ഷയ്ക്ക് മിക്കവാറും ഫസ്റ്റ് ക്ലാസ്സോ എയർ ക്ലാസ്സോ ഒക്കെ കിട്ടും. അതുകൊണ്ട് ഭ്രമരം തേനീച്ച, തേനിന്റെ ദേവതയായി ഭ്രമരിയായി ഭഗവതി ഭൂമിയിലേക്ക് വന്നു. അങ്ങനെ മനുഷ്യന്റെ നാക്കിൽ മധുരവും തലച്ചോറിന് ബുദ്ധിശക്തിയും കൊടുക്കുന്ന ദേവതാ സങ്കല്പമായി മാറി. അപ്പൊ നമ്മള് ഭഗവതിയുടെ ക്ഷേത്രത്തിൽ വരുമ്പോ, ഭഗവതിയെ തൊഴുമ്പോ ഈ ദശാവതാരം മുഴുവൻ അറിഞ്ഞിരിക്കണം. എല്ലാ ദേവതാ സങ്കല്പങ്ങളും ഒരേ ദേവിയാണ് എന്ന് മനസ്സിലാക്കണം. അമ്മയുടെ സ്ഥാനത്ത് നമ്മൾ ബഹുമാനിക്കേണ്ട ദേവിയാണെന്ന് മനസ്സിലാക്കുമ്പോഴാണ് അതിന്റെ മഹത്വം മനസ്സിലാകുന്നത്. ഈ ക്ഷേത്രത്തിൽ വരുമ്പോൾ നമ്മൾ ഭഗവതിയെ കിരീടം വെച്ച രാജ്ഞിയുടെ രൂപത്തിൽ സ്വർണം പൂശിയിട്ടാണ് കാണുന്നത്. സാധാരണ ഒരു ക്ഷേത്രത്തിൽ ചെന്നാൽ ഭദ്രകാളിയിരിക്കുന്ന ഇരിപ്പ് എങ്ങനെയാണ്? നാക്ക് നീട്ടി രക്തം പരട്ടി ഒരു തലയോട്ടി കഴുത്തിൽ ഇങ്ങനെ തൂക്കിയിട്ട് മനുഷ്യന്റെ വിരൽ മുറിച്ച് അരിഞ്ഞാണമാക്കി ചുറ്റുവിട്ടാണ് കാളി ഭഗവതി നിൽക്കുന്നത്. പിള്ളേർ കണ്ട അയ്യോ എന്ന് പേടിച്ചോ പിള്ളേർ. അപ്പൊ അതിന്റെ സാരാംശം, കാളി ഭഗവതി എന്തിനാണ് ഇങ്ങനെ നിൽക്കുന്നുള്ള സാരാംശം നമ്മുടെ മക്കൾക്ക് പറഞ്ഞു കൊടുത്താൽ മാത്രമേ ആ കുട്ടിക്ക് വിശ്വാസം ഉറയ്ക്കുള്ളൂ. ചെറുപ്പത്തിൽ അമ്മ അവൻ തൊഴാൻ പറഞ്ഞാൽ തൊഴും. പക്ഷെ കോളേജിൽ ചെന്ന് പഠിച്ചു തുടങ്ങുന്ന കാലത്ത് അവൻ പറയും, ഇതൊന്നും ശരിയല്ലെന്ന്. അവൻ വിശ്വസിക്കാം. ഇതാണ് പ്രശ്നം.
പ്രസംഗ കലയെ പറ്റിയുള്ള സംസ്കൃത ഭാഷയിലെ വിശ്വപ്രസിദ്ധമായ പുസ്തകം എഴുതിയ ആളാണ് വാക്പടൻ. വാക്കുകൊണ്ട് യുദ്ധം ചെയ്യുന്നത് വാക്പടൻ. വിക്രമാദിത്യ രാജസദസ്സിലെ നവരത്നങ്ങളിലെ കവിയുടെ മകനായിരുന്നു വാക്പടൻ. വാക്പടൻ ജനിക്കുമ്പോൾ സംസാരശേഷിയില്ല, ഊമനും ബദിരനുമായിരുന്നു. കാളിദാസൻ ഉൾപ്പെടെയുള്ള നവരത്നങ്ങൾ ധന്വന്തരി, ക്ഷമണക, അമരസിംഹ, ശംഖ്, വേതാള, ഭട്ട, കടകർപ്പര, കാളിദാസ്, വരാഹനൻ, വരുചി, ഒമ്പവര. ഒരിക്കൽ രാജകൊട്ടാരങ്ങൾ ചർച്ച നടക്കുമ്പോൾ കവിയുടെ പെർഫോമൻസ് കണ്ട് രാജാവ് അദ്ദേഹത്തെ അഭിനന്ദിച്ചു. ഇത് ബാക്കിയുള്ളവർക്ക് വല്ലാത്ത അസൂയ. അപ്പൊ ഈ കവി എപ്പോഴും മോനെ കൊടുക്കൊണ്ടു ആരേക്ക് ഒറ്റയ്ക്ക് ഈ മോനെ എങ്ങനെ കൈകാര്യം ചെയ്യും കൊണ്ട് അയാൾ തന്നെ കൊണ്ടുപോകും. രാജാവ് പോയി കഴിഞ്ഞപ്പോൾ കൂടുതലെല്ലാം പറഞ്ഞു, നീ എന്തിനാണ് ഈ പൊട്ടനെ എപ്പോഴും കൂടെ കണ്ട് നടക്കുന്നത്, ഊമനും ബദിരനും, അവനെ വീട്ടിലാണ് ഇട്ടുകൊണ്ടായിരുന്നു. ഇത് കേട്ട അച്ഛനെ കരഞ്ഞു. കരഞ്ഞോണ്ട് നിൽക്കുമ്പോ വിക്രമാദിത്യ രാജാവ് വന്നു. എന്താണ് കരയുന്നത്? അതെ, രാജസദസ്സിൽ അങ്ങനെ ബഹുമാനിച്ചോണ്ട് യുവമാരൊക്കെ അസൂയ, യുവമാരെന്നെ മോന്റെ പേര് പറഞ്ഞ് ആക്ഷേപിച്ചു. വിക്രമാദിത്യ രാജാവ് പറഞ്ഞു, നീ കാളിഭക്തനല്ലേ, നീ പോയി ഉജ്ജയിനിയിലെ കാളിഭഗവതി ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കുക, നിന്റെ മോൻ സംസാരിക്കുന്നത്. ഇത് കേട്ട കവി നവരത്നങ്ങളൊരാൾ ഉജ്ജയിനിയിലെ കാളി ക്ഷേത്രത്തിൽ പോയി മോനെ കൊണ്ടുപോയി അവിടെ പ്രാർത്ഥിച്ചു. 40 ദിവസം പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോ വാക്പടൻ സംസാരിച്ചു. വാക്പടൻ കേരളത്തിലെ കഥകളി ഈ രൂപത്തിലാക്കിയ ആട്ടക്കഥകൾ രചിച്ചത് മഹാനായ വിദ്വാൻ തമ്പുരാനായി. വിദ്വാൻ തമ്പുരാൻ ജനിച്ചപ്പോൾ ഊമനും ബദിരനുമായിരുന്നു. 4 വയസ്സായ കുട്ടി ചത്തുപോട്ടെന്ന് വിചാരിച്ച് മൃഗശ്ശേരി ക്ഷേത്രത്തിനടുത്തുള്ള കുമാരധാരയുടെ വക്കിൽ കൊണ്ടിട്ടിട്ട് പോന്നു. കുട്ടി അല്ലേ വെള്ളത്തിൽ ചാടൻ ചത്തോളൂ എന്ന് വിചാരിച്ചു. 3-4 ദിവസം കഴിഞ്ഞിട്ടും ശവം കാണുന്നില്ല. അപ്പനമ്മ നോക്കി കുട്ടി എവിടെയാണ്. അപ്പോൾ ഈ കുഞ്ഞു ഓടി വന്നു, അമ്മേ ഞാൻ ഇവിടെ സന്തോഷമായിട്ടിരിക്കുക അമ്മയെന്ന് പറഞ്ഞു. അമ്മ ചോദിച്ചു, നീ എങ്ങനെ സംസാരിച്ചത്? അതെ, ആ വീട്ടിൽ നിന്ന് അമ്മ ഇറങ്ങുന്നത് എനിക്ക് പാലൊക്കെ തന്നു സംസാരിക്കണമെന്ന് പറഞ്ഞു. ഞാൻ അമ്മയോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ചൂണ്ടിക്കാണിച്ചത് കാണിച്ച് മനസ്സിലായി, കാളി ഭഗവതിയാണ് ക്ഷേത്രത്തിന് ഇറങ്ങി വന്ന് പാല് കൊടുത്തത്. നിങ്ങൾ ഞാനും കാണുന്ന കഥകളി ഈ രൂപത്തിലാക്കിയത് കാളി ഭഗവതി പാല് കൊടുത്ത വിദ്വാൻ തമ്പുരാനാണ്. ഊമനും ബദിരനുമായ തമ്പുരാൻ സംസാരിച്ചത് കാളി ഭഗവതി അനുഗ്രഹത്താലാണ്. അപ്പൊ നമ്മുടെ സംസാരശേഷി കാളി ഭഗവതിയുടെ ദാനമാണ്. അതുകൊണ്ടാണ് നാക്ക് നീട്ടി രക്തം പരത്തി കാളി ഭഗവതി ഇരിക്കുന്നത്. ഇനി കഴുത്തിൽ എന്തിനാണ് ഈ തലയോട്ടി തൂക്കിയിട്ടിരിക്കുന്നത്? ആ തലയോട്ടിക്കകത്തുള്ള തലച്ചോറിന് ബുദ്ധി തരുന്നത് കാളി ഭഗവതിയാണ്. ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും കാളിദാസന്റെ കഥ അറിയാമെന്ന് വിശ്വസിക്കുന്നു. കാളിദാസൻ രുദ്രൻ എന്ന് പറയുന്ന ഒരു മരമട്ടുകാരനായിരുന്നു. ആ നാട്ടിലെ പണ്ഡിതയായ ഒരു സ്ത്രീ ഉണ്ടായി. അവൾ പറഞ്ഞു, എന്നെ വാദത്തിൽ തോൽപ്പിക്കുന്ന ഒരാളിനെ മാത്രമേ കല്യാണം കഴിക്കുന്നു. പല പണ്ഡിതന്മാരും കല്യാണം കഴിക്കണം, എല്ലാവരെയും അവൾ വാദത്തിൽ തോൽപ്പിച്ചു. അങ്ങനെ ഇരുന്നപ്പോ സേവകർ വിചാരിച്ചു, ഇവളെ കൊണ്ടൊരു വെട്ടി കൂസ്മാട്ടത്തെ കൊണ്ട് കല്യാണം കഴിപ്പിക്കണം. മരത്തിന്റെ ഒരു ശാഖയിൽ നിന്നത്തെ ശാഖ മുറിച്ചോണ്ടിരിക്കുന്നു.
നീ എന്തിനാണോ ഇങ്ങനെ മുറിക്കാൻ, നീ താഴെ വീണ് ചത്തുപോകത്തില്ലേ? അവൻ പറഞ്ഞു കഴിയില്ലെന്നോ. കുറച്ചേരം കഴിയുമ്പോൾ ശാഖ മുറിഞ്ഞപ്പോ കാളിദാസന് ആ ശാഖ പറഞ്ഞത് വരുന്ന വഴിക്ക് ഓരോ ശാഖ പിടിയിട്ടോന്ന് കാളിദാസൻ രക്ഷപ്പെട്ടു, അല്ലെങ്കിൽ ചപ്പലായി. ഇവനെ തന്നെ അവളെ കൊണ്ട് കെട്ടിക്കണമെന്ന് പറഞ്ഞ് ശുദ്രനെ പിടിച്ചോണ്ട് വീട്ടിൽ വന്നു. അപ്പൊ ആ വീടിന്റെ ഭിത്തിയില് രാമരാവണ യുദ്ധത്തിന്റെ ഒരു പടം ഉണ്ടായിരുന്നു. അപ്പൊ അത് കണ്ട ഉടനെ രുദ്രൻ പറഞ്ഞു രാവണ രാവണ എന്ന് പറഞ്ഞു. സ്ത്രീ പറഞ്ഞു ഇവനെന്തൊരു വീട്ടി രാവണനെ കയറി രാവണൻ എന്ന് വിളിക്കും. അപ്പോൾ അവിടെ ഒരു പണ്ഡിതൻ ചൊല്ലി. അവൻ പറഞ്ഞാണ് ശരി. രാമായണത്തിൽ വാൽമീകി പറയുന്നുണ്ട് കുംഭകർണോ ഭഗാരോസ്തി വിഭീഷണ രാക്ഷസാനാൻ കുലശ്രേഷ്ഠേ രാവണോ നൈവ രാവണൻ. കൈകേശിലെ 3 മക്കളുടെയും രണ്ടാമത്തെ അക്ഷരം ഹായാണ്. കുംഭകർണൻ, വിഭീഷണൻ. ഇവന്റെ ഒറിജിനൽ പേര് രാവണൻ. എപ്പോഴും പണം പൊക്കി കൊത്താൻ നടക്കുന്നവനാണ്. രാവണൻ എന്നുള്ളത് നാട്ടുകാർ പറഞ്ഞു അത് രാവണനായി പോയതാണ്. സ്ത്രീ തോൽവി സംബന്ധിച്ച് രുദ്രനെ കല്യാണം കഴിച്ചു. ആദ്യ രാത്രിയിൽ 12 മണിയായപ്പോഴത്തേന് ഭാര്യയ്ക്ക് മനസ്സിലായി ഇവനൊരു വിഡ്ഢി നമ്പർ 1. ദൈവം എല്ലാ സ്ത്രീകൾക്കും കൊടുക്കുന്ന അനുഗ്രഹമാണ്. ആദ്യ രാത്രിയിൽ 12 മണിയാവുന്നതിന് മുമ്പ് ഭർത്താവ് എത്ര ഗ്രാം ഉണ്ടെന്ന് സ്ത്രീക്ക് മനസ്സിലാവും. അസാമാന്യ കഴിവാണ്. പുരുഷൻ 30 പോലെ ഒരു സ്ത്രീയെ കൊണ്ട് നടന്നാൽ ഇവൾ എന്ത് ടൈപ്പാന്ന് പുരുഷനും മനസ്സിലാകത്തില്ല. ഞാൻ തലശ്ശേരി ASലായിരുന്നപ്പം 30 കൊല്ലം ഭാര്യയായിരുന്ന ഒരു ഭാര്യ ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറോട് ഓടിക്കണം. ഞാൻ ആ ഭർത്താവിനോട് ചോദിച്ചു, ഇവിടെ താൻ 30 കൊല്ലം സ്ത്രീയോട് ജീവിച്ചില്ലേ, തനിക്ക് മനസ്സിലായില്ലേ സാറേന്നോ? നിർമ്മാല്യം സിനിമ അവസാനിക്കുമ്പോൾ വെളിച്ചപ്പാട് പറയുകയാണ്, എന്റെ 4 മക്കളെ പ്രസവിച്ച നീയാണോടി ഈ കാണിച്ചിരിക്കുന്നത്, അവഹിത കാഴ്ചയ്ക്ക് പോയിരിക്കുന്നത്. പുരുഷൻ എത്ര കാലം ജീവിച്ചാലും ഭാര്യയെ മനസ്സിലാവില്ല. സ്ത്രീ അങ്ങനെയല്ല. ഫസ്റ്റ് നൈറ്റിൽ 12 മണിയാകുന്ന സ്ത്രീക്ക് മനസ്സിലാവും ഇവൻ എത്ര ഉണ്ടെന്ന് മനസ്സിലാവും. സ്ത്രീ രുദ്രനെ വീട്ടിൽ നിന്ന് പറഞ്ഞു വിട്ടു. രുദ്രൻ നേരെ പോയി ഉജ്ജയിനിയിലെ കാളി ക്ഷേത്രത്തിൽ പോയി. കാളി ഭഗവതി നാട്ടുകാരുടെ ക്ഷേമം അന്വേഷിച്ചുകൊണ്ട് പൊയ്ക്കിരിക്കുകയായിരുന്നു. പോലീസ് ഭാഷ പറഞ്ഞ പെട്രോളിങ്ങിന് പോയിരിക്കുകയായിരുന്നു. ഇവൻ അകത്ത് കയറി കളറച്ച്. കാളി ക്ഷേത്രത്തിൽ പകൽ സമയത്ത് പോലും കയറാൻ മനുഷ്യനെ പേടിയാണ്. ഇവൻ വിട്ടിയല്ലേ, അകത്ത് കയറി കളറച്ച്. കാളി ഭഗവതി ജനങ്ങളുടെ ക്ഷേമം തന്നെ തിരിച്ചു വന്നു. അകത്താരെന്ന് ചോദിച്ചു, പുറത്താരെന്ന് ചോദിച്ചാൽ 2 തവണ ചോദിച്ചു കഴിഞ്ഞപ്പം കാളി ഭഗവതി പറഞ്ഞു പുറത്ത് കാളി. രുദ്രൻ പറഞ്ഞു അകത്ത് ദാസൻ. അങ്ങനെയാണ് രുദ്രൻ കാളിദാസനായി മാറിയത്. കാളിദാസ നിനക്ക് എന്ത് വേണം? കാളിദാസൻ പറഞ്ഞു എനിക്ക് വിദ്യ വേണം. എന്നാൽ നീ താക്കോൽ താഴ്ത്തക്കിടന്ന് നാക്ക് പുറത്തേക്ക് നീക്കാൻ പറഞ്ഞു. കാളിദാസൻ നാക്ക് പുറത്തേക്ക് ഇട്ടപ്പോൾ കാളി ഭഗവതി കാളിദാസന്റെ നാക്കിൽ എഴുതിയതാണ് ഹരി ശ്രീ ഗണപതായ നമ. ഞാൻ എഴുത്തിലിരിക്കുമ്പോൾ ആ എഴുതുന്ന മണൽ എഴുതുന്നതുണ്ടല്ലോ, കാളിദാസന്റെ നാക്കിൽ കാളി ഭഗവതി എഴുതിയാണ്. വിഘ്നേശ്വരനാണ് ഗണപതി വിഘ്നം മാറ്റിയാലേ പഠിത്തം അഭംഗുരം പോവുള്ളൂ. അങ്ങനെ നമ്മുടെ വിഘ്നം മാറ്റി വിദ്യാഭ്യാസം ശരിയാവാൻ വേണ്ടിയാണ് ഹരി ശ്രീ ഗണപതായ നമ എന്ന് പറയുന്നത്. കാളി ഭഗവതി അനുഗ്രഹിച്ചപ്പോൾ കാളിദാസന് ഭയങ്കര അറിവായി. കാളിദാസൻ വീട്ടിൽ വന്നു. അവന്റെ അറിവ് അങ്ങോട്ട് പ്രയോഗിച്ചപ്പം ഭാര്യ അമ്പരന്ന് പോയി. വെട്ടി ഭൂഷ്മാണ്ട് രാവിലെ അടിച്ചിറങ്ങി വിട്ടവൻ ദാ വന്നിരിക്കുന്ന അറിവുമായി. ആ സ്ത്രീ പറഞ്ഞു അസ്തി കജിത് ഡാഗ്ലോസ, വാട്ട് എ ഗ്രേറ്റ് ഓറട്ടറി, എന്തൊരു ഭയങ്കര വാക്ചാതുര്യം. കാളിദാസൻ ഇനിയോട് ബന്ധമൊന്നുമില്ല, ഞാൻ പോവാണ്. പക്ഷെ നീ ഈ പറഞ്ഞ 3 വാക്കുണ്ടല്ലോ അത് വെച്ച് ഞാൻ 3 മഹാകാവ്യം എഴുതും. കാളിദാസൻ കുമാരസംഭവം എഴുതിയപ്പോൾ അസ്തുസ്തരസ്യാം ദിശ ദേവതാത്മ എന്ന് അസ്ഥി ചേർത്തിട്ടാണ് എഴുതുന്നത്. രണ്ടാമത് കാളിദാസൻ മേഘസന്ദേശം എഴുതിയപ്പോൾ കജിത് ചേർത്തിട്ടാണ് എഴുതുന്നത്. കാളിദാസൻ മൂന്നാമത് രഘുവംശം എന്ന കാവ്യം എഴുതി. ശ്രീരാമന്റെ മുമ്പുള്ള 3 ചക്രവർത്തിമാരും ശ്രീരാമന് ശേഷമുള്ള 3 ചക്രവർത്തിമാരും ശ്രീരാമൻ 7 ചക്രവർത്തിമാരുടെ ചരിത്രമാണ്. രഘുവംശത്തിന്റെ ചരിത്രമാണ്. രഘുവംശം കൊണ്ട് തുടങ്ങുമ്പോൾ വാഗ്ലാസ വാണി ഗണപതി എന്ന് പറഞ്ഞാൽ തുടങ്ങുന്നു. അങ്ങനെ ആ സ്ത്രീ പറഞ്ഞ അസ്ഥി കജിത് ദ്വാഗ്ലാസ 3 വാക്ക് തുടക്കത്തിൽ വെച്ച് 3 മഹാവ് എഴുതി കാളിദാസൻ. അപ്പൊ എന്താണ് ഈ കാളിഭഗവതി ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിച്ചാൽ വിദ്യയുടെ ദേവത സരസ്വതിയാണ്. പക്ഷേ നമ്മുടെ തലച്ചോറിന്റെ ബുദ്ധി ഇന്റലിജൻസിന്റെ ദേവത കാളി ഭഗവതിയാണ്. അതുകൊണ്ടാണ് ഈ തലയോട്ടി ഇങ്ങനെ കഴുത്തിൽ തൂക്കിയിട്ടിരിക്കുന്നത്. ഇനി കാളി ഭഗവതിയുടെ അരക്കെട്ടിൽ മനുഷ്യന്റെ വിരൽ മുറിച്ച് അത് ഉപയോഗിച്ചിട്ടാണ് അരക്കെട്ടിൽ അരിഞ്ഞാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. എന്തിനാണ് ഈ മനുഷ്യന്റെ വിരൽ മുറിച്ച് അരിഞ്ഞാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? മനുഷ്യർക്ക് എഴുതാനുള്ള കഴിവ് കാളി ഭഗവതിയുടെ ദാനമാണ്. കാളിദാസന്റെയൊക്കെ കാലത്ത് സമസ്യയുണ്ട്. 4ാമത്തെ വരി പറഞ്ഞു കൊടുക്കും. ആദ്യത്തെ 3 വരി എഴുതണം, പില്ലപ്പേട്. ഒരിക്കൽ വിക്രമാദിത്യ രാജാവ് ഒരു സമസ്യയുണ്ട്.
ഖ ഇഖ ഗ ഇഖ വ്യഞ്ജനങ്ങളിലെ ആദ്യത്തെ 4 അക്ഷരം. അതിന് മുമ്പിൽ 3 വരിയാണ്. കവികളെല്ലാം തപ്പി നോക്കി ഒരു രക്ഷയില്ല. കാളിദാസൻ ചൊല്ലിട്ട് പോയി. 7-ാം ദിവസം കൊടുക്കണം. 6-ാം ദിവസമായപ്പോൾ കാളിദാസൻ ഉജ്ജയിനിയിലെ കാളി ക്ഷേത്രത്തിൽ വന്നു. ഭഗവതിയോട് പറഞ്ഞു, ഭഗവതി രക്ഷിക്കണേ ഭഗവതി, ഒരു രക്ഷകനെ തലച്ചൊന്നൊന്നും ഉദിക്കുന്നില്ല. ഉജ്ജയിനിലെ കാളിക്ഷേത്രത്തിൽ നിന്ന് പ്രാർത്ഥിച്ചിറങ്ങിയിട്ട് ഇടതുവശത്തെ 12 സ്റ്റെപ്പ് ഇറങ്ങി നദീതീരത്തുള്ള പാറപ്പുറത്ത് വന്നിരുന്നു. ഞാൻ ഭോപ്പാലിൽ പോലീസ് അക്കാദമി പ്രസംഗിക്കാൻ പോയി. പ്രസംഗമെല്ലാം കഴിഞ്ഞാൽ ഇപ്പോൾ DGP എന്നോട് ചോദിച്ചു, അലക്സിന് എവിടെയെങ്കിലും പോകണമെന്ന് ആഗ്രഹമുണ്ടോ? ഞാൻ പറഞ്ഞു, എനിക്ക് ഉജ്ജയിനിയിലൊന്ന് കൊണ്ടുപോകണം. അതേ യു ആർ എ ക്രിസ്ത്യൻ? ഞാൻ പറഞ്ഞ ക്രിസ്ത്യൻ. എവിടെയോ കൊണ്ട് പോയിട്ട് ഉജ്ജയിൻ? ഞാൻ പറഞ്ഞു, എനിക്ക് ആ കാളിദാസൻ അറിവ് കിട്ടിയ കാളിക്ഷേത്രത്തിൽ പോകണമെന്ന്. എന്നെ 200 കിലോമീറ്റർ കൊണ്ടുപോയി. ഞാൻ അവിടെ ചെന്ന് കാളിക്ഷേത്രത്തിൽ ചെന്ന് ഈ കാളിദാസൻ ഇറങ്ങിയ 12 സ്റ്റെപ്പ് ഇറങ്ങി കാളിദാസൻ ഇരുന്ന് ഞാൻ പാറപ്പുറത്തിരിക്കുന്നു. എൻ്റെ ശരീരം മുഴുവൻ രോമാഞ്ചം കൊണ്ടുപോയി. കാളിദാസൻ ഇരിക്കുന്ന സ്ഥലത്താണല്ലോ ഞാൻ ഇരുന്നത്. അങ്ങനെ കാളിദാസനോട് ഇരിക്കുമ്പോൾ ഒരു 6-7 വയസ്സുള്ള ഒരു പെൺകുട്ടി നടന്നു വന്നു. കാളിദാസൻ ചോദിച്ചു, കാത്തോമ്പാലെ നീ ഏതാ മോളെ? അവൾ പറഞ്ഞു, കാഞ്ചനമാല. എൻ്റെ പേര് കാഞ്ചനമാല എന്നാണ്. കസ്യാപുത്രി, നീ ആരുടെ മോളാണ് മോളെ? അവൾ പറഞ്ഞു, കനകലതയുടെ മോളാണ്. കിംവ ഹസ്ത, എൻ്റെ കയ്യിലെന്താണ്? അവൾ പറഞ്ഞു, കദളീപത്ര, താളിയോലയാണ്. കാവാരഖ, അവൾ പറഞ്ഞു, ഖ ഇഖ ഗ ഇഖ. കാളിദാസൻ അപ്പോൾ മനസ്സിലായി മുമ്പ് നിൽക്കുന്ന കാളി ഭഗവതിയാണ്. അദ്ദേഹം അമ്പലത്തോട് നോക്കിയപ്പോൾ കാളി ഭഗവതി അപ്രത്യക്ഷമായി. കാളിദാസന് ഫസ്റ്റ് ലൈൻ തന്നെ കണ്ടുപിടിക്കേണ്ടതായിരുന്നു. കാത്തോമ്പാലെ കാഞ്ചനമാലെ. കാഞ്ചനമാല എന്ന് പറഞ്ഞത് കാളി ഭഗവതിയുടെ പര്യായപദമാണ്. ലക്ഷ്മി സഹസ്രനാമത്തിൽ കാളി ഭഗവതി പര്യായമായിട്ട് പറയുന്നതാണ് കാഞ്ചനമാല. സ്വർണ്ണത്തിന്റെ കാഞ്ചനം അല്ലെങ്കിൽ സ്വർണം കൊണ്ട് മാലയിട്ടവളെ എന്നാണ്. സാധാരണ കാളി ക്ഷേത്രത്തിൽ പോയാൽ സ്വർണം കൊണ്ട് മാലയിട്ട് കാണത്തില്ല. നിങ്ങളുടെ ക്ഷേത്രത്തിൽ ഭഗവതി സ്വർണം കൊണ്ട് മാലയിട്ട രൂപത്തിലാണ് ഈ നോട്ടീസിൽ ഞാൻ കണ്ട പടം. കറക്റ്റ് കാളി ഭഗവതിയുടെ കാഞ്ചനമാലയായിട്ടാണ് ഈ ക്ഷേത്രത്തിൽ ഇരിക്കുന്നത്. അപ്പോ ഈ ഓരോ വരിയുടെയും തുടക്കവും കായാണ്, നടുക്കത്തെ അക്ഷരവും കായാണ്. കാത്തോമ്പാലെ കാഞ്ചനമാലെ കസ്യാപുത്രി കനകലതായ കിംവാഹസ്തേ കദലീപത്രം കാവാരക്ക കായ്ക്ക കായ്ക്ക. കാളിദാസന് 1000 സ്വർണ്ണാണയം കിട്ടി. 1000 സ്വർണ്ണാണയം. അപ്പോൾ എഴുതാനുള്ള കഴിവ്. പഠിക്കുന്ന സമയത്ത് നമ്മൾ സരസ്വതിയോട് പ്രാർത്ഥിക്കും. പരീക്ഷയുടെ അന്ന് നമ്മൾ പോകുന്നത് കാളിക്ഷേത്രത്തിലാണ്. കാളിക്ഷേത്രത്തിൽ പോയി പാച്ചിട്ട് പോയാൽ പരീക്ഷ നല്ല തകർപ്പനായിട്ട് എഴുതാൻ പറ്റും. അപ്പോൾ നമ്മളൊരു കാളിക്ഷേത്രത്തിൽ പോയി ആ കാളി ഭഗവതിയെ കാണുമ്പോൾ ആ സാരാംശം മനസ്സിലാക്കാനായിട്ട് പറ്റണം. നമ്മളെ ക്ഷേത്രത്തിൽ നിന്ന് ഇറങ്ങി അങ്ങോട്ട് ചെല്ലുമ്പോൾ ഒരു നാഗവിഗ്രഹങ്ങൾ. അമ്മ ഇങ്ങനെ തൊഴും. മോൻ ചോദിക്കും, എന്താ അമ്മ ഇത്? നീ കണ്ടിട്ടില്ലേടാ മൂക്കമ്മാമനെ? ഇതാ മൂക്കമ്മാമൻ. കുട്ടി വിചാരിക്കാൻ മൂക്കമ്മാമൻ എന്തിനടാ ഈ അമ്മ തൊഴുന്നതെന്ന് ചോദിക്കും. അവൻ ഹൈസ്കൂളിലോ കോളേജിലോ പോയി സുവോളജി പഠിച്ചു കഴിയുമ്പോൾ അവന് മനസ്സിലാവും അമ്മ വിഡ്ഢി ഊസ്മാണ്ട നമ്പർ 1 പാമ്പിനെ തൊഴുന്ന അമ്മ. അത് മനസ്സിലാവും. അവൻ പിന്നെ അവൻ തൊഴുവാണ്, കുഴപ്പമില്ല. അപ്പൊ എന്താണ് ഈ നാഗം? നാഗം എന്ന് പറഞ്ഞാൽ മൂക്കമ്മാമല്ല. നാഗം എന്ന് പറയുന്നത് മനുഷ്യന്റെ ജീവന്റെ സാരമാണ് നാഗം. നിങ്ങൾ ഞാൻ ഉണ്ടാവാൻ കാരണഭൂതമായ ലൈംഗികതയുടെ അവസാനം അച്ഛന്റെ ശരീരത്തിൽ നിന്ന് ബീജം പുറപ്പെട്ട് ആ ബീജം നിന്ന് അമ്മയുടെ അണ്ടവുമായി ലയിക്കുമ്പോഴാണ് നിങ്ങൾ ഞാൻ ഉണ്ടായത്. ആ ബീജത്തിന്റെ ഷേപ്പ് എന്താണ്? മൂർഖമ്പാമ്പിന്റെ ഷേപ്പാണ്. ഈ തലയാണ് പോയി അണ്ടവുമായി യോജിക്കുന്നത്. വാലങ്ങ് മുറിഞ്ഞു പോകും. നമ്മൾ അമ്മയുടെ വയറ്റിൽ ഉണ്ടായ ശേഷം ആദ്യം 90 ദിവസം നമ്മുടെ ഷേപ്പ് എന്താണ്? നമ്മുടെ ഷേപ്പ് പാമ്പാണ്. 90 ദിവസം കഴിഞ്ഞിട്ടാണ് ഈ കൈയും കാലുമൊക്കെ ഉണ്ടായി മനുഷ്യൻ രൂപമാകുന്നത്. നിങ്ങളുടെ എൻ്റെയും ജീവന്റെ രഹസ്യം DNA മോളിക്കൂളാണ്. ഡീഓക്സി റൈബോ ന്യൂക്ലിക് ആസിഡ്. ആ DNA മോളിക്കൂളിന്റെ ഷേപ്പ് എന്താണ്? DNA മോളിക്കൂൾ അഡിനൈൻ, ഗുവാനൈൻ, തൈമിൻ, സൈറ്റോസിൻ ഉള്ളതെന്നാണ്. ആ DNA മോളിക്കൂളിന്റെ ഷേപ്പ് 2 മൂർഖമ്പാമ്പയാണ് ചേരുന്നതാണ് DNA മോളിക്കൂളിന്റെ ഷേപ്പ്, ജീവന്റെ സാരം. ഇനി നമ്മൾ വൈദ്യശാസ്ത്രം മെഡിക്കൽ കോളേജിൽ നിന്ന് കയറിയാൽ മെഡിക്കൽ കോളേജിലെ വൈദ്യശാസ്ത്ര സിമ്പിൾ എന്താണ്? ഒരു വടിയുടെ മുകളിൽ ഒരു മൂർഖമ്പാമ്പ് ഇങ്ങനെ നിൽക്കുക. നമ്മുടെ ചികിത്സ, ശരീരത്തിന്റെ ആരോഗ്യം മൂർഖമ്പാമ്പാണ് അതിന്റെ സിമ്പിൾ, നാഗമാണ് അതിന്റെ സിമ്പിൾ. ഇനി നമ്മൾ പറയുന്നത് നമ്മുടെ ശരീരമല്ല, നമ്മുടെ കോൺഷ്യസ്നെസ് ആണ്. കോൺഷ്യസ്നെസ് നമ്മുടെ നെർവസ് സിസ്റ്റം ആണ്. ആ നെർവസ് സിസ്റ്റത്തിന്റെ ഷേപ്പ് എന്താണ്? നെർവസ് സിസ്റ്റം ഷേപ്പ് പാമ്പിന്റെ ഷേപ്പാണ്. തലയ്ക്കകത്തുള്ള തലച്ചോറ് പാമ്പിന്റെ തല, നട്ടലിനകത്തുള്ള സുഷുമ്ന പാമ്പിന്റെ വാല്. ഇനി നമ്മുടെ ശരീരത്തിൽ 60,000 ലക്ഷം ന്യൂറോണുണ്ട്. ആ ന്യൂറോൺ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചിന്തിക്കുന്നത്, പ്രവർത്തിക്കുന്നതൊക്കെ. ഈ ന്യൂറോണിന്റെ ഷേപ്പ് എന്താണ്? ന്യൂറോണിന്റെ ഷേപ്പ് നാഗത്തിന്റെ ഷേപ്പാണ്. ന്യൂറോൺ ഒരു ന്യൂക്ലിയസ് ഉണ്ട്, തല,
ഒരു വാലുണ്ട്. പാമ്പിന്റെ ഷേപ്പിലാണ് ന്യൂറോൺ ഇരിക്കുന്നത്. ന്യൂറോൺ ഈജിപ്തിലെ ഫറോ രാജാവിന്റെ കിരീടത്തിലിരിക്കുന്നത് പാമ്പാണ്. ഞങ്ങളുടെ സഭയിലെ ബിഷപ്പന്മാർ വരുമ്പോൾ അംശോടെയുണ്ട്. അധികാരം ഇരിക്കുന്നത് വടിയുടെ അറ്റത്ത് നാഗമാണ് ഇരിക്കുന്നത്. ആർച്ചുകളുടെ മേപ്പോട്ടോട് വടിയെടുത്ത് 2 പാമ്പ് 2 സൈഡിലാണ്. അപ്പൊ ഈ നാഗം എന്ന് പറയുന്നത് മുറുക്കമ്മല്ല. നാഗം എന്ന് പറയുന്നത് നിങ്ങളുടെ എന്റെയും ജീവന്റെ രഹസ്യമാണ് ഈ നാഗം. ഇതാ കുട്ടിയെ പറഞ്ഞ് മനസ്സിലാക്കിയാല് കുട്ടി സുവോളജി പഠിക്കുമ്പോൾ കുട്ടിക്ക് മനസ്സിലാവും. ഇത് അപാരമാണ്. നാഗത്തിന്റെ സങ്കല്പം അപാരമാണ്. മനുഷ്യന്റെ ജീവൻ രഹസ്യം കൃത്യമായി നാഗത്തിന്റെ ഷേപ്പിൽ ഇരിക്കുകയാണ്. അപ്പൊ ഓരോ ക്ഷേത്രത്തിൽ ചെല്ലുമ്പം ഓരോ പുരുഷനെ കാണുമ്പോൾ അതിൻ്റെ അന്തരാർത്ഥം മനസ്സിലാക്കി പ്രാർത്ഥിക്കണം. അവിടെയാണ് സാരം. അപ്പൊ ഈ കാളിഭഗവതിയുടെ ക്ഷേത്രത്തിലിരിക്കുമ്പോൾ ആ കാളിഭഗവതിയുടെ രൂപം ഞാൻ ഈ നോട്ടീസിൽ കണ്ടതാണ്. നിങ്ങളൊക്കെ നേരിട്ട് കാണാൻ പറ്റും. ക്രിസ്ത്യാനികൾക്ക് പ്രവേശനമില്ല. നിങ്ങൾ ആ സ്വർണ്ണ നിറത്തിലുള്ള കിരീടധാരിയായ ഗംഭീരഭാവത്തിലുള്ള കാളി ഭഗവതിയുടെ മഹാത്മ്യം മനസ്സിലാക്കിയിട്ട് തൊഴണം. അത് വളരെ റിവാർഡിങ് ആയ ഒരു സിറ്റുവേഷനാണ്. ഇനി ഹിന്ദു മതത്തിന് വിശാലമായ ആചാരങ്ങളും 1000-ഓളം ആചാരങ്ങളാണ് ഹിന്ദുമതത്തിനുള്ളത്. ആചാരം എന്താണ് എന്ന് കൃത്യമായി മനസ്സിലാക്കണം. അതിനെപ്പറ്റി വിശദമായി പുസ്തകം എഴുതിയത് ചവറയിലുള്ള ഒരു ശ്രീശങ്കരൻ ഗോപാലകൃഷ്ണനാണ്. ഹിന്ദുമത ആചാരം രഹസ്യം എഴുതുന്നത്. അത് കഴിഞ്ഞ് നമ്മുടെ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്റെ മാനേജിംഗ് ഡയറക്ടറായിരുന്ന ഹരിശങ്കർ എൻ്റെ സീനിയർ ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹം എഴുതിയ ഹിന്ദു ആചാരങ്ങളുടെ രഹസ്യം. അപ്പൊ ഈ ആചാരങ്ങളുടെ രഹസ്യം കൃത്യമായി മനസ്സിലാക്കണം. എങ്കിലേ നമ്മൾ പ്രാർത്ഥിക്കുന്നതിന് അർത്ഥം കിട്ടും. ഞാൻ ഈ 1000 എണ്ണത്തിൽ ഒരു 5 ഉദാഹരണം പറയാം. ഹിന്ദുമതം പറയുന്നു ബ്രഹ്മമുഹൂർത്തേ ഉത്തിഷ്ഠേ, വെളുപ്പിന് 4 മണിക്ക് ഉണരണം. എന്തിനാണ് ഈ 4 മണിക്ക് ഉണരുന്നത്? ഡോക്ടർമാരിപ്പോൾ കണ്ടുപിടിച്ചു മനുഷ്യന്റെ തലച്ചോറിന് മാക്സിമം ബുദ്ധിശക്തി വരുന്നത് വെളുപ്പാങ്കാലത്ത് 4 മണിക്കാണ്. വെളുപ്പാങ്കാലം 4 മണി കഴിഞ്ഞിട്ട് കുട്ടികൾ പഠിച്ചാൽ ആ കുട്ടിക്ക് A+ റാങ്ക് കിട്ടും. ഹിന്ദുമതം പറഞ്ഞതാണ് ഇപ്പോൾ സായിപ്പ് കണ്ടുപിടിച്ചിരിക്കുന്നത്. സായിപ്പ് പറയും ഏർലി ടു ബെഡ് ആൻഡ് ഏർലി ടു റൈസ് മേക്സ് എ മാൻ ഹെൽത്തി വെൽത്തി ആൻഡ് വൈസ്. ഇത് മഹാഭാരതത്തിൽ പറഞ്ഞിരിക്കുന്നതാണ്. ഈ സായിപ്പ് പറയുന്നത് ഏർലി ടു ബെഡ് ആൻഡ് ഏർലി ടു റൈസ് എന്ന് പറയുന്നത്. 4 മണി കഴിഞ്ഞിട്ടാൽ ഉടനെ ലെഫ്റ്റ് റൈറ്റ് എന്ന് പറഞ്ഞ് മാറ്റി പോകാൻ പറ്റിയല്ല. ഹിന്ദുക്കൾക്ക് രാവിലെ എഴുന്നേറ്റാൽ ആദ്യമായി 10 വിരലും ഭൂമിദേവിയെ തൊട്ട ഭൂമിദേവിയുടെ അനുഗ്രഹമായിരുന്നു. അല്ലയോ ഭൂമിദേവി, നിന്നെ ചവിട്ടി മെതിച്ച് നടക്കുന്നതിന് എന്നോട് ക്ഷമിക്കണം. അല്ലയോ ഭൂമിദേവി, നീ ഉണ്ടാക്കുന്ന കാർഷിക വിഭവങ്ങൾ തിന്ന് ജീവിക്കാൻ എന്നെ അനുവദിച്ച് ഞാൻ നന്ദി പറയുന്നു. ഇങ്ങനെ 8 സ്തോത്രമാണ്. നിങ്ങളെല്ലാം എന്നും ചൊല്ലുന്നതാണ്, ഞാൻ ആവർത്തിക്കുന്നില്ല. എന്താണ് ഈ സംഭവം? ഈ സംഭവം എന്ന് പറയുന്നത് നമ്മുടെ ശരീരം ഫങ്ഷൻ ചെയ്യണം. ഈ കറണ്ട് വേണം. തലച്ചോറിന് സ്ട്രോക്ക് അടിച്ചെന്നാൽ എന്ത് ചെയ്യും? EEG ഇലക്ട്രോ എൻസലോഗ്രാഫ് എടുക്കും തലച്ചോറിൻ്റെ. അപ്പോൾ എവിടെയെങ്കിലും കറണ്ട് സർക്യൂട്ട് ബ്രേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ സ്ട്രോക്കായെന്നർത്ഥം. നമ്മുടെ ഹൃദയം വർക്ക് ചെയ്യണമെങ്കിൽ കറണ്ട് വേണം. അപ്പോൾ ഹൃദയത്തിൽ ഹാർട്ട് അറ്റാക്ക് ഉണ്ടായെന്ന് അറിയുന്നത് എങ്ങനെയാണ്? ECG എടുക്കും, ഇലക്ട്രോ കാർഡിയോഗ്രാഫ്. അതെടുക്കുമ്പോൾ ബ്രേക്ക് ഉണ്ടെങ്കിൽ അറിയാം ഹാർട്ട് അറ്റാക്ക് ഉണ്ടായിരുന്നത്. അപ്പൊ നമ്മൾ ഈ കോട്ടൺ മെത്തക്കിടന്ന് ഉറങ്ങിയാൽ കോട്ടൺ പൂർ കണ്ടക്ടർ ഇലക്ട്രിസിറ്റിയാണ്. അപ്പൊ നേരം വിളിക്കുമ്പോഴേക്ക് നമ്മുടെ ശരീരത്തിൽ ഇലക്ട്രിക് ചാർജ് ചിലപ്പോൾ സർപ്ലസ് ആവും. ഇലക്ട്രിക് ചാർജ് സർപ്ലസ് ആയാൽ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകും. ലോകത്തിലുള്ള ഹാർട്ട് അറ്റാക്കിന്റെ പകുതി വെളുപ്പിന് 4 to 8 വരെയാണ്. ലോകത്തിലുള്ള സെറിബ്രൽ സ്ട്രോക്കിന്റെ, തലച്ചോറിന്റെ സ്ട്രോക്കിന്റെ പകുതി 4 to 8 വരെയാണ്. തറക്കിട്ട് നോക്കുന്നതിന് കുഴപ്പമില്ല, മെത്തക്കിട്ട് നോക്കുന്നതാണ് ഈ പ്രശ്നം. അപ്പൊ ഈ കറണ്ട് എക്സസൈസ് നിന്നാൽ ഹിന്ദുമതം പറയുന്നു എഴുന്നേറ്റാൽ ഉടനെ ഭൂമിദേവിയെ തൊട്ട് അനുഗ്രഹം വയ്ക്കണം. ഈ ഭൂമിദേവിയെ തൊടുമ്പോൾ നമ്മുടെ ശരീരത്തിലെ എക്സസ് കറണ്ട് ഭൂമി അങ്ങ് എർത്തി വലിച്ചെടുക്കും. അതുകൊണ്ട് നമുക്ക് ഹാർട്ട് അറ്റാക്കിന് രക്ഷ കിട്ടും, സെറിബ്രൽ സ്ട്രോക്കിന് രക്ഷ കിട്ടും. ഇവിടെ ചികിത്സയായി നടക്കുന്നത് നമ്മളെ ഹാർട്ട് അറ്റാക്കിനും സെറിബ്രൽ സ്ട്രോക്കിനും രക്ഷിക്കാനുള്ള പണിയായി നടക്കുന്നത്. അങ്ങനെ പറഞ്ഞാൽ നിങ്ങൾ ആരെങ്കിലും തൊടുവോ? ഹാർട്ട് അറ്റാക്കിന് രക്ഷപ്പെടാൻ ഭൂമിയെ തൊടാന്ന് തൊടുവോ? ഇത് ഭൂമിദേവിയെ തൊട്ടോണം എന്ന് പറയുമ്പോൾ നമ്മൾ ഹിന്ദുമത വിശ്വാസപ്രകാരം തൊട്ട അനുഗ്രഹമായി. പിന്നെ ശൗചകൃത്യങ്ങളെ കഴിഞ്ഞ് 6:10 സൂര്യൻ ഉദിക്കുന്നതായിട്ട് കലണ്ടറിൽ പറഞ്ഞാൽ 6:10 പുറത്തിറങ്ങാവോ. എന്തോ സംഭവം? വെളുപ്പിന് 5 മണിക്ക് പുറത്തോട്ട് ഇറങ്ങിയാൽ കള്ളനോട് ഇരുമ്പോടി ഇരിപ്പുണ്ടോ, ഒറ്റ അടി തലയ്ക്ക് കിട്ടും, അതോടെ സിദ്ധിയാവും. എല്ലാ കള്ളന്മാരും 5:30 മണിയാകുമ്പോൾ സ്ഥലം വിടും. സൂര്യൻ ഉദിക്കഴിഞ്ഞാൽ ഒരു കള്ളനോട് നിൽക്കാൻ. 6:10 സൂര്യൻ ഉദിക്കാൻ നമ്മൾ കഥ പറഞ്ഞ് പുറത്തിറങ്ങിയാൽ കള്ളനോടില്ല, സുരക്ഷിതമാണ്.
ഇനി അഥവാ കള്ളമുണ്ടെങ്കിൽ നമുക്ക് കാണാമല്ലോ കള്ളതാണ് നിൽക്കുന്നുള്ളത്. അപ്പോൾ നമ്മളെ രാത്രിയിലുള്ള അറ്റാക്കിൽ നിന്ന് മോചിപ്പിക്കാൻ വേണ്ടിയാണ് സൂര്യൻ ഉദിക്കുന്ന സമയത്ത് പുറത്തിറങ്ങാവൂ. പുറത്തിറങ്ങി കഴിഞ്ഞാൽ നേരെ തുളസിക്കര ചെന്ന് 4 കൃഷ്ണതുളസി ഇല വായിലോട്ടിട്ട് ചവച്ചരച്ചങ്ങ് തിന്നണം. എന്താണ് സംഭവം? കൃഷ്ണതുളസി ഇലയ്ക്ക് രോഗങ്ങളെ നേരിടാനുള്ള കഴിവുണ്ട്. പനി, ചുമ, കഫം, മൂക്കടപ്പ് ഇതെല്ലാം കൃഷ്ണതുളസി പരിഹരിക്കും. നമുക്ക് പനി വന്നാൽ നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മൾ പനി വന്നാൽ കൃഷ്ണതുളസി കപ്സിറപ്പ് വാങ്ങിക്കും. കൃഷ്ണതുളസി കപ്സിറപ്പ് ഏതിനാണ് ഉണ്ടാക്കുന്നത്? ഈ ഇലയെന്നാണ് ഉണ്ടാക്കുന്നത്. 100 രൂപ കൊടുത്ത് കപ്സിറപ്പ് വാങ്ങിക്കണമെങ്കിൽ എത്ര എളുപ്പം 4 ഇല വയലാട്ട് നടത്താൻ തിന്നാൽ സംഭവം തീർന്നില്ലേ? കൃഷ്ണതുളസി ഇല കഴിച്ചു കഴിഞ്ഞാൽ ഡയബറ്റീസ്, മൂത്രമൊഴിവ് ഉണ്ടാവില്ല. മൂത്രമൊഴിവ് കൺട്രോൾ ഉണ്ടാവും. പിന്നെ അപ്പനും അമ്മയൊക്കെ മൂത്രമൊഴിവ് ഉണ്ടെങ്കിൽ ചിലപ്പോൾ ജനറ്റിക്കലി വരും. പക്ഷെ അല്ലാത്ത ജീവിതചര്യ ഉണ്ടാകുന്ന മൂത്രമൊഴിവ് പ്രിവെന്റ് ചെയ്യപ്പെടും. അത് കഴിഞ്ഞാൽ കൂവളത്തല 4 എണ്ണം കുറച്ച് വായിലിട്ടങ്ങ് താഴ്ത്താൻ തിന്നണം. എന്തിനാണ് ഈ കൂവളത്തല തിന്നുന്നത്? കൂവളത്തല പരമശിവന്റെ കോപം ശമിപ്പിക്കാൻ വേണ്ടി ശിവക്ഷേത്രങ്ങൾ പൂജയ്ക്ക് ഉപയോഗിക്കുന്ന സാധനമാണ്. ഈ കൂവളത്തല തിന്നു കഴിഞ്ഞാൽ ബ്ലഡ് പ്രഷർ കൺട്രോൾഡ് ആവും. പരമശിവന്റെ ബ്ലഡ് പ്രഷറാണ് ഈ കൂവളത്തലയോടെ ട്രീറ്റ് ചെയ്യുന്നത്. ദേഷ്യം ആ ബ്ലഡ് പ്രഷർ കൺട്രോൾ ആവും. അപ്പം BP കൂടിയിട്ട് ഹാർട്ട് അറ്റാക്കും സെർവൽ സ്ട്രോക്കും ഒന്നും ഉണ്ടായിരിക്കാൻ നല്ലതാണ് ഈ കൂവളത്തല. അപ്പം 4 തുളസിയിലെ 4 കൂവളത്തലം തിന്നുക. ലോകം മുഴുവൻ കോവിഡ് വന്നിട്ട് 88 ലക്ഷം പേര് മരിച്ചു. പക്ഷെ ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആർക്കാണെന്നറിയാമോ? ഇന്ത്യയിലെ ബ്രാഹ്മണർക്കാണ്. ബ്രാഹ്മണർക്ക് ഒരു ചെറിയ തീണ്ടൽ തൊഴിലുണ്ട്, മറ്റുള്ളവർ അടുത്ത് പോവുകയില്ല. പിന്നെ ഈ രാവിലെ കൂവളത്തലയും ഈ തുളസിയിലെയും കഴിച്ചുകൊണ്ടാണ് ബ്രാഹ്മണരുടെ BPയും ഷുഗറും കൺട്രോളായി രോഗാണുക്കളെ നേരിടാൻ പറ്റും. നിങ്ങൾ ഞാൻ 4 ഇല തിന്നുള്ളൂ. ബ്രാഹ്മണർ 8 തുളസിയിലെ 8 എണ്ണം ആരാത്താൽ. അതുകൊണ്ടാണ് അവർക്ക് പൊരുത്തപ്പെട്ട പനിയോ ഇൻഫെക്ഷനോ ഉണ്ടാവാം. അത് കഴിഞ്ഞാൽ പിന്നെ യോഗാസനം ചെയ്യണം. യോഗാസനം ലോകത്തിന് നമ്മൾ കൊടുത്ത മഹത്തായ സംഭാവനയാണ്. മഹാനായ നരേന്ദ്രമോദി അവസാനം UN കൊണ്ട് യോഗ ഡേ ലോകത്തിനെ മുഴുവൻ കൊണ്ട് അംഗീകരിച്ചു. ഞാൻ പോലീസ് ട്രെയിനിങ് കോളേജ് പ്രിൻസിപ്പലായിരുന്നപ്പോൾ പോലീസ് ട്രെയിനിങ് ചെയ്യുന്ന എല്ലാവർക്കും 20 പേരോട് യോഗായി 6 പേരുടെ സൂര്യ നമസ്കാരം ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഭയങ്കര ആക്രമണം. നീ എന്തോടാ സത്യ ക്രിസ്ത്യാനി, നീ ഹിന്ദുക്കളുടെ ഈ യോഗവും മറ്റൊക്കെ കൊണ്ട് ഇവിടെ കിടക്കുന്നത് എന്തിനാന്ന് ചോദിച്ചു. ഞാൻ പിന്നെ പൊന്നു സുഹൃത്തുക്കൾ, ഹിന്ദുക്കളുടെ പ്രൈവറ്റ് പ്രോപ്പർട്ടി അല്ല, ലോകത്തിന് ഇന്ത്യ കൊടുത്ത മഹത്തായ സംഭാവനയാണ് യോഗായി സൂര്യ നമസ്കാരം. എന്റെ ഭാഗ്യത്തിന് CP നായർ സാറായിരുന്നു ഹോം സെക്രട്ടറി. അങ്ങനെ ഒറ്റ ഉത്തരവെടുത്തു. ഇപ്പൊ എല്ലാ പോലീസുകാരനും 20 പീരീഡ് യോഗയിൽ 6 പേരുടെ സൂര്യ നമസ്കാരം. സൂര്യ നമസ്കാരം ചെയ്ത് കഴിഞ്ഞാൽ 32 വ്യായാമമാണ്. ശരീരത്തിൽ വ്യായാമം കിട്ടാത്ത മുസ്ലിമില്ല, ജനമുമില്ല, സമിതി ബന്ധവുമില്ല. യോഗായി സൂര്യ നമസ്കാരം കഴിഞ്ഞാൽ ഒക്കെങ്കിലും ഒരു ശീർഷാസനം ചെയ്യണം. ഉച്ചോത്തന് വെറുതെ നിൽക്കണം. എന്തിനാണ് നിൽക്കുന്നത്? നമ്മളിങ്ങനെ നെടുക നടന്നു പോയി കഴിഞ്ഞാൽ ഹാർട്ട് പമ്പ് ചെയ്യുന്ന ഓക്സിജനേറ്റഡ് ബ്ലഡ് ഗുരുത്വാകർഷണം, ഭൂമിയുടെ ഗുരുത്വാകർഷണം കാരണം താപ്പോട്ട് പോകും. ശരീരത്തിലും കാറ്റിലൊക്കെ പോയി കറങ്ങി ഭൂമിയുടെ ഗുരുത്വാകർഷണം എതിരെ മേപ്പോട്ട് പോകുന്നത് തലച്ചോറ് ചെല്ലുള്ളൂ, എണ്ണം കുറയും. നമ്മൾ ശീർഷാസനം ചെയ്യുമ്പോൾ തലച്ചോറ് താഴെ, ഹാർട്ട് മുകളിലാണ്. പമ്പ് ചെയ്യുന്ന ഓക്സിജനേറ്റഡ് ബ്ലഡ് നേരെ തലച്ചോറ് കിട്ടും. ബുദ്ധി കൂടാനും ഒക്കെ വളരെ ബെസ്റ്റാണ്. ടൈറ്റ് വേഷമൊക്കെ ശീർഷാസനം ചെയ്യാം. സാരി ഒന്ന് എടുത്ത് ശീർഷാസനം ചെയ്താൽ അയലോകത്താർക്ക് നല്ല കാഴ്ചയായിരിക്കും. അതുകൊണ്ട് നല്ല ടൈറ്റ് വേഷമൊക്കെ ശീർഷാസനം ചെയ്യാം. അത്രയും മാത്രം ശ്രദ്ധിക്കാം. അത് കഴിഞ്ഞാൽ നേരെ ക്ഷേത്രത്തിൽ പോയി നമ്മൾ തൊഴും. ക്ഷേത്രത്തിൽ തൊഴാനങ്ങോട്ട് ചെല്ലുമ്പോൾ ആദ്യം ആൽമരത്തിന് 7 വലം വെക്കണം. ആൽമരം എന്തിനാണ് ഈ ആൽമരത്തിന് 7 വലം വെക്കുന്നത്? ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഓക്സിജൻ പുറത്തേക്ക് വരുന്ന മരമാണ് ആൽമരം. രണ്ടാമത്തെ വേപ്പ് മരമാണ്. പഠിക്കുന്ന കുട്ടികളുടെ പഠനമുറിക്ക് അടുത്തങ്ങാണ് ആൽമരോ വേപ്പോരോ ഉണ്ടെങ്കിൽ ആ കുട്ടിക്ക് മാർക്ക് കൂടുതൽ കിട്ടും. അതുണ്ടാക്കുന്ന ഈ ഓക്സിജൻ മൂക്കിലോട്ട് കിട്ടുമ്പോൾ ബുദ്ധിശക്തി കൂടും. ബുദ്ധഭഗവാൻ ബോധോദയം കിട്ടിയത് ആൽമരത്തിന് ചവിട്ടിയിൽ തപസ് ചെയ്തപ്പോഴാണ്. അപ്പൊ ഈ ക്ഷേത്രത്തിലേക്ക് വരുന്ന ഭക്തൻ കിടക്കുന്നത് ഒരു 12 അടി നീളവും 12 അടി വീതിയുള്ള ഒരു ബെഡ്റൂമിലാണെങ്കിൽ രാത്രി 2:30 മണിയാകുമ്പോഴേ ആ മുറിയിലുള്ള ഓക്സിജൻ തീരും. പിന്നെ കാർബൺ ഡയോക്സൈഡ് സിസ്റ്റമാണ് കിടക്കുന്നത്. ശരീരത്തിൽ കാർബൺ ഡയോക്സൈഡ് കൂടിക്കഴിഞ്ഞാൽ ശരീരത്തിൽ രോഗങ്ങളുണ്ടാകും. അപ്പൊ മിനിമം ഒരു 22 അടി നീളവും 22 അടി വീതിയുമുള്ള ബെഡ്റൂമിൽ കിടക്കണം. ലക്ഷക്കണക്കിന് രൂപ ബെഡ്റൂം ഉണ്ടാക്കാൻ പാവപ്പെട്ടവന് 22 അടി നീളമുള്ള ബെഡ്റൂം ഉണ്ടാക്കാൻ പറ്റും. അതും 12 അടി വീതിയുള്ളതിന്റെ കിടക്കാൻ പറ്റും. അതിന് ജനലും കഥ അടച്ചാൽ കിടക്കുന്നത്. ജനൽ വന്നിട്ട് കള്ളം രാത്രി കയറും. അല്ലെങ്കിൽ വീഡിയോയിൽ കൊണ്ടുവന്ന് നിങ്ങൾ 10-ാം പറയുന്ന വീഡിയോ പിറ്റേ ദിവസം ലോകം മുഴുവൻ കാണാൻ പറ്റും. അപ്പൊ അതുകൊണ്ടാണ് കഥ ജനൽ അടച്ചിട്ട് കിടക്കാൻ പറ്റും.
അപ്പോൾ ഈ കാർബൺ ഡയോക്സൈഡ് കൂടിയ ശരീരവുമായി ഭക്തൻ ക്ഷേത്രത്തിൽ വരുമ്പോൾ ആദ്യം ആൽമരത്തിന് 7 വലകൾ. ഈ ആൽമരം ഉണ്ടാക്കുന്ന ഓക്സിജൻ അകത്തോടാണ് ഈ ഭക്തൻ നടക്കുന്നത്. അവനങ്ങോട്ട് ഓക്സിജൻ ശ്വസിച്ച് ശരീരത്തിലെ കാർബൺ ഡയോക്സൈഡ് പോയി ഓക്സിജൻ നിറഞ്ഞ ശരീരമാകും. ഒരുതപ്പെട്ട രോഗമൊക്കെ ഉണ്ടാവാതിരിക്കാൻ ബെസ്റ്റ്. അത് കഴിഞ്ഞാൽ ക്ഷേത്രത്തിലെ ഓരോ വിഗ്രഹത്തിനെയും ചുറ്റേണ്ടത് എത്ര? കൃത്യമായ കണക്കാണ്. പരമേശ്വരൻ 3 തവണ വിലമക്കാവും, വിഷ്ണു ഭഗവാന് 4 തവണ വിലമക്കാവും, ഗണപതിയെ ഒറ്റ തവണ വിലമക്കാവും. ഗണപതി ഒറ്റ ചാട്ടത്തിന് പരമേശ്വരനെയും പാർവതിയെയും ചുറ്റി താഴെ വന്ന ആളാണ്. അതുകൊണ്ട് ഒരു ചുറ്റു കഴിഞ്ഞാൽ 2ാമത് ചുറ്റി ഇവനാളെ എന്നെ ഒന്ന് കിടന്ന് ചുറ്റുന്നതെന്ന് ഗണപതിക്ക് ദേഷ്യം വരും. ഗണപതിയുടെ ദേഷ്യം മാറ്റാൻ. അതുകൊണ്ട് ഗണപതി ഒരു തവണ ദോഷം ചെയ്യാം. ഒരു ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠയും 7, 8, 9 പ്രതിഷ്ഠകളും കൂടിയിരുന്ന എല്ലാ പ്രദർശനവും 24 താഴെയായിരുന്നു. 24 കൂടുതൽ നടക്കരുത്. എന്താണ് ഈ സംഭവം നടക്കുന്നത്? ഒരു മനുഷ്യന് ആരോഗ്യം കിട്ടാൻ 300 മീറ്ററാണ് നടക്കേണ്ടത്. നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ക്ഷേത്രത്തിൽ ചെന്ന് പ്രദർശനമെല്ലാം കഴിഞ്ഞ് തൊഴുത് തിരിച്ചു വരുമ്പോൾ 500 മീറ്ററിൽ നടന്നിട്ടുണ്ട്. 500 മീറ്റർ നടന്നാൽ ആ ഭക്തന് ആവശ്യത്തിന് ആരോഗ്യമായി. ക്ഷേത്രത്തിൽ ചെല്ലുമ്പോൾ കൂട്ടുകാരും നാട്ടുകാരൊക്കെ ഉണ്ടാവും. ക്ഷേത്രത്തിൽ വരുന്ന ആരാണ്? സന്മനസ്സുള്ളവനാണ്. അവൻ ചിരിക്കും, നമ്മളും ചിരിക്കും. ദുഷ്ടന്മാരെന്ന് പറയുന്ന സ്ഥലമല്ല ക്ഷേത്രം. അപ്പം കൂട്ടുകാരെയൊക്കെ കണ്ട് തൊഴുത് ഇങ്ങോട്ട് ഇറങ്ങുമ്പോൾ പൂജാരി കൊണ്ടുവരും. എന്താണ്? നിവേദ്യവും ഒക്കെ കൊണ്ടുവരും. ആ നിവേദ്യത്തിനകത്ത് അവലുണ്ട്, മലരുണ്ട്, നെയ്യുണ്ട്, കൂളത്തലയുണ്ട്, എല്ലാം ഉണ്ട്. ഇത് ഭക്ഷിച്ചാൽ നല്ല ആരോഗ്യത്തിന് ഗുണമാണ്. അമ്പലപ്പുഴത്തിൽ ഇറങ്ങുമ്പോൾ പാൽപ്പായസം കൊണ്ട് തരും. പാൽപ്പായസത്തിനകത്ത് ഇല്ലാത്ത വൈറ്റമിൻ ഇല്ല. കംപ്ലീറ്റ് വൈറ്റമിൻ ഉണ്ട്, കംപ്ലീറ്റ് പ്രോട്ടീൻ ഉണ്ട്, കംപ്ലീറ്റ് ഫാറ്റ് ഉണ്ട്, കംപ്ലീറ്റ് കാർബോഹൈഡ്രേറ്റ് ഉണ്ട്. ഒരു വൈറ്റമിൻ ടാബ്ലറ്റും വേറെ കഴിക്കണ്ട. ആ പാൽപ്പായസം ഒരു ഗ്ലാസ് കുടിച്ചാൽ മതി. ഗണപതി ക്ഷേത്രത്തിൽ ചെല്ലുമ്പോൾ ഉണ്ണിയപ്പം തരാം. പണ്ട് നെയ്യപ്പമാണ്. ആ നെയ്യപ്പം കഴിച്ചാൽ എല്ലാ വൈറ്റമിനും അതിനകത്തുണ്ട്, എല്ലാ പ്രോട്ടീനും ഉണ്ട്, എല്ലാ കാർബോഹൈഡ്രേറ്റും ഉണ്ട്, എല്ലാ ഫാറ്റും ഉണ്ട്. 2 ഉണ്ണിയപ്പം തന്നാൽ കംപ്ലീറ്റ് ആഹാരമായി. പോഷകാഹാരക്കുറവ് ഉണ്ടാവില്ല, പട്ടിണി കിടക്കുകയില്ല. ഇന്ത്യയിലെ ലക്ഷക്കണക്കിന് ക്ഷേത്രമുള്ളതുകൊണ്ടാണ് ഇന്ത്യയിൽ ആ പട്ടിണി ഉണ്ടാവാത്തത്. ക്ഷേത്രത്തിൽ ഈ ആഹാരം കൊടുക്കുന്ന പുണ്യം, അത് കുക്ക് ചെയ്യുന്ന പുണ്യം, അത് വിളമ്പുന്ന പുണ്യം, പാത്രം കഴുകുന്ന പുണ്യം, എല്ലാം പുണ്യം. അത് റിസീവ് ചെയ്യുന്നവന് പട്ടിണിയും മാറി, ആരോഗ്യം കിട്ടി, അവൻ തിരിച്ചു വന്നത്. ഇതാണ് നമ്മുടെ ഓരോ ആചാരവും. പിന്നെ ക്ഷേത്രത്തിൽ തൊഴിലിട്ട് പുറത്തിറങ്ങുമ്പോൾ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ചെയ്യുന്ന പോലെ റോട്ടോയിൽ അടിച്ച് കാറക്കറി പോകാൻ പറ്റിയല്ല. ദേവനോട് യാത്ര ചോദിക്കണം. എന്നെ വളരെ സ്വാധീനിച്ചിട്ടുള്ള 2 ഹിന്ദുക്കളുടെ പ്രാർത്ഥനയാണ്. രാവിലെ എഴുന്നേറ്റാൽ ഉടനെ ഞാൻ ഗായത്രി മന്ത്രം ചൊല്ലും. അതിൻ്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനും വായിക്കും. എന്ത് അർത്ഥഗർഭമെന്ന് അറിയാമോ? പിന്നെ ഈ ഹിന്ദുക്കൾ ക്ഷേത്രത്തിൽ പോയി യാത്ര ചോദിക്കുന്ന ആ പ്രാർത്ഥന ഞാൻ ക്രിസ്ത്യൻ പള്ളിയിൽ പോയി പ്രാർത്ഥിക്കും. നിങ്ങൾ ദേവാലയം വിളിക്കുന്നവരെ ഞാൻ യേശു ക്രിസ്തു എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കും. ആ പ്രാർത്ഥന വളരെ രസകരമാണ്. എന്താണ്? 3 കാര്യങ്ങളാണ് ചോദിക്കുന്നത്. ദേവി, ഞാൻ പോവാണ്. ഇനി ക്ഷേത്രത്തിൽ വരാമെന്നോ ഇനി തൊഴാമെന്നോ എനിക്ക് ഉറപ്പില്ല. പക്ഷേ ഞാനൊരു ക്ഷേത്രത്തിൽ വരുന്നതിനും എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ 3 കാര്യം ഞാൻ ചോദിക്കുന്നു. അതെനിക്ക് തന്നേ പറ്റുള്ളൂ. 3 കാര്യം. ആദ്യത്തേത് അനായാസേന മരണം. ഒരായാസമില്ലാതെ മരിക്കണം. ബസ്സിനടിയിൽ നിന്ന് ഇടിച്ച് കയറി പടച്ച് റോട്ടിൽ കിടന്ന് ചാവരുത്. ക്യാൻസർ വന്ന് കട്ടിലെ കിടന്ന് അയ്യോ 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 എന്ന് വിളിച്ചോണ്ട് ചാവരുത്. രോഗം വന്ന് ICU യൂണിറ്റിനകത്ത് കയറി ആമത്തിലൂടെ ഇങ്ങനെ ഇട്ട് അവിടെ കിടക്കുന്ന ഒരു കിടപ്പുണ്ടല്ലോ. അപ്പോൾ ഭയങ്കര കിടപ്പ് കിടന്ന് ചാവരുത്. അനായാസേന മരണം. ഞങ്ങളുടെ വേദോസ്തത്തിൽ പറയുന്നുണ്ട്, നീതിമാൻ ഉറക്കത്തിൽ മരിക്കും. ഒരാൾ നല്ല മനുഷ്യനാണ്, നീതിമാനാണെന്നാണ് ഉറക്കുന്നതെന്ന് വെച്ചാൽ രാത്രി ഉറങ്ങാൻ കിടക്കുക, രാവിലെ ചത്ത് കിടക്കുക. ആള് നീതിമാനാണ്, സംശയമൊന്നും. അനായാസേന മരണം. 2ാമത്തേത് വിനാദൈന്യേന ജീവിതം. മരണം വരെ മറ്റാരെ ആശ്രയിക്കാൻ വരരുത്. നടക്കാൻ വയ്യ, അല്ലാതെ തോളെ പിടിച്ചാൽ നടക്കാൻ പറ്റും. ചോറ് ഉറങ്ങി വെച്ച് തിന്നാൻ വയ്യ, വാരി തിന്നാൻ വയ്യ. അപ്പോൾ മക്കളോ കൊച്ചുമക്കളോ ഉരുട്ടി വായിലോട്ട് വെച്ച് തരും. പിന്നെ മോൻ്റെയോ മരുമകളുടെയോ ശമ്പളത്തെ ജീവിക്കാൻ ഗതികേട് വന്നവരുണ്ടല്ലോ, അതിനേക്കാൾ ഒരു ഗതികേട് ഈ ഭൂമി വേറെ. ഞാൻ ഓൾഡ് ഏജ് ഹോമിൻ്റെ കമ്മീഷണറായിട്ട് ഓരോ വയസ്സെന്നോടെ കഥ കേട്ടി അമ്പലം ജീവിതം മുഴുവൻ മക്കളെ വളർത്തി
അവർക്കെല്ലാം സ്വത്തും കൊടുത്ത് അവസാനം അപ്പനെ നോക്കാൻ ആളില്ല, ഓൾറേജ് ഹോമിൽ കിടക്കാൻ. അപ്പോ മരണം വരെ ആരെ ആശ്രയിക്കാനുള്ളവരല്ല. പിന്നെ മരണാനന്തരം തവദർശനം, മരിച്ചു കഴിഞ്ഞ ഭഗവാനെ എനിക്ക് ഭഗവാനെ കാണണം അപ്പോഴേ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹിന്ദു വിശ്വാസപ്രകാരം മോക്ഷം കിട്ടി, മരിച്ചു കഴിഞ്ഞാൽ ഈശ്വരനെ കണ്ടെന്ന് പറഞ്ഞാൽ മോക്ഷമാണ്. 3 കാര്യം ചോദിക്കാം. മോനെ IAS ആക്കണമെന്ന് പ്രാർത്ഥിച്ചോ? ഇല്ലല്ലോ. കാഞ്ഞിരപ്പള്ളി 500 ഏക്കർ എസ്റ്റേറ്റ് വേണമെന്ന് പ്രാർത്ഥിച്ചോ? ഇല്ലല്ലോ. എന്നെ ലോകത്തിലെ ഏറ്റവും സുന്ദരിയായ സ്ത്രീ ആക്കണമെന്ന് പ്രാർത്ഥിച്ചോ? ഇല്ലല്ലോ. റിലയൻസ് ഇൻഡസ്ട്രിയുടെ 10% ഷെയർ വേണമെന്ന് പ്രാർത്ഥിച്ചോ? ഇല്ലല്ലോ. 3 കാര്യം. ഒരു മനുഷ്യ ജീവിതത്തിൽ 3 കാര്യം കിട്ടിയാൽ അത് സമ്പൂർണമായ ജീവിതമാണ്. അനായാസേന മരണം, ഒരായാസമല്ലാതെ മരിക്കുക, വിനാദൈന്യേന ജീവിതം, മറ്റാരെ ആശ്രയിക്കാതെ മരണം വരെ ജീവിക്കുക, മരിച്ചു കഴിഞ്ഞാൽ ഉടനെ ഭഗവാനെ കാണാൻ ഭഗവാന്റെ അടുത്ത് എത്തിച്ചേരുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥന ആത്യന്തികമായി 3 കാര്യങ്ങൾ തരണമെന്ന് ദേവനോട് ചോദിച്ചാൽ തന്നെ എത്ര അർത്ഥമുള്ള പ്രാർത്ഥന നിങ്ങൾ ആലോചിച്ചാൽ. ഇനി നമ്മൾ ക്ഷേത്രത്തിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ ചിലപ്പോൾ ഭഗവാൻ പ്രാർത്ഥന കേൾക്കുകയാണ്. അതോടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. നമ്മൾ നിന്ന് പ്രാർത്ഥിച്ചു, ദൈവം കേൾക്കുന്നില്ല. ഒരു തവണ പോയി, 2 തവണ 3 തവണ പോയി, ശുണ്ടിയാവും. ദൈവത്തോട് വഴക്കുണ്ടാക്കും. എന്തോ ദൈവ ഇങ്ങനെ ഞാൻ പറയുന്നത് പ്രാർത്ഥന കേൾക്കാത്തത്? ദൈവത്തോട് വഴക്കുണ്ടാക്കാതെ. ചിലപ്പോൾ നമ്മൾ പ്രാർത്ഥിച്ചിട്ട് ദൈവം പ്രാർത്ഥന കേൾക്കാത്തത് നമുക്ക് നമ്മുടെ രക്ഷയ്ക്കായി നമ്മൾ ചോദിക്കുന്നത് നമുക്ക് ദ്രോഹകരമാണെന്ന് ദൈവത്തിനറിയാം. അതുകൊണ്ടാണ് ഞാൻ ഒരു പെണ്ണിനെ പ്രേമിക്കുന്നതിന് കെട്ടാൻ സമ്മതിക്കണമെന്ന് പ്രാർത്ഥിച്ചാൽ ദൈവത്തിനറിയാം 3 കൊല്ലം കഴിയുമ്പം ആ സ്ത്രീ വിധവയാവുന്നു. ആ സ്ത്രീ വിധവയാണെങ്കിൽ നമ്മുടെ കാറ്റ് പോണ്ടേ? അപ്പോൾ നമുക്കെല്ലാം മരണം ഉണ്ടാവും ആ സംഭവം. അതുകൊണ്ടാണ് ഭഗവാൻ പറയുന്നത് വേണ്ട, നീ ഞാൻ പെണ്ണിനെ കെട്ടണ്ട. അപ്പം ഇത് നമുക്ക് വരാൻ പോകുന്ന കാര്യം ഭഗവാൻ അറിയാവുന്നതാണ്. ഭഗവതിയോ ഭഗവാൻ തരാം. അപ്പം ഇത് മനസ്സിലാക്കിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കുന്ന കാര്യം കിട്ടുന്നതിന് നന്ദി പറയുക, കിട്ടാത്ത കാര്യത്തിന് ഭഗവാനോട് പകുതിയും വഴക്കുണ്ടാക്കുക. ഇതാണ് മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിയുടെ ജീവിതത്തിൽ അദ്ദേഹം തന്നെ രേഖപ്പെടുത്തിയിരിക്കുന്ന സംഭവം. മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരി ഗുരുവായൂരപ്പന് മുമ്പിൽ കിടന്ന് 86 വയസ്സ് വരെ പുസ്തകം എഴുതി. നാരായണീയ 1000 ശ്ലോകങ്ങളിലൂടെ ഭഗവാന്റെ ദശാവതാരത്തിന് കഥ പറയുകയാണ്. അതുൾപ്പെടെ 24 പുസ്തകം എഴുതി. 86 വയസ്സായപ്പോൾ മേൽപ്പത്തൂരിന് ഒരു വയറുവേദന വന്നു. മേൽപ്പത്തൂർ ഗുരുവായൂരപ്പാന്ന് ഗുരുവായൂരം വന്നു. എന്താ മേൽപ്പത്തൂരെ? എനിക്കൊരു വയറുവേദന ഭഗവാൻ ഒന്ന് മാറ്റിത്തരണം. ഭഗവാൻ പറഞ്ഞു, സമയമാകുമ്പോൾ മാറ്റാൻ മേൽപ്പത്തൂർ ഒന്ന് ക്ഷമിക്കാമോ? ഒരാഴ്ച കഴിഞ്ഞപ്പോൾ മേൽപ്പത്തൂരിന് കലശലായ വയറുവേദന. വീണ്ടും വിളിച്ച് ഗുരുവായൂരപ്പനെ വിളിച്ചു. അപ്പൊ ഈ മേൽപ്പത്തൂർ എഴുതി വെച്ചിരുന്ന ലക്ഷണം കണ്ടാൽ അറിയാം, പെപ്റ്റിക് അൾസറാണ്. സമയത്ത് ആഹാരം കഴിക്കാതെ അസിഡിറ്റി കൂടുന്നവർക്കാണ് ഈ പെപ്റ്റിക് അൾസർ. ഇപ്പോഴാണ് വളരെ എളുപ്പമാണ്. പൻഡോസോടെ ഒരു ഗുളിക കഴിച്ചാൽ 5 രൂപ ഗുളിക കഴിച്ചാൽ സംഭവം തീരെ. പൻഡോസ് അന്ന് പൻഡോസിലൊന്നുമില്ല, വയറുവേദനയായി. അപ്പോൾ ഭഗവാൻ വീണ്ടും ഭഗവാനെ വിളിച്ച് ഭഗവാൻ വന്നു. മേൽപ്പത്തൂർ പറഞ്ഞു, എൻ്റെ ഭഗവാനെ, ഞാൻ ജീവിതകാലം മുഴുവൻ കിടന്ന് നാരായണ എഴുതി, എന്തെല്ലാം ഞാൻ എഴുതി, അങ്ങനെ ചെറിയ വയറുവേദന മാറ്റിത്തരാൻ പറ്റുന്നു, അങ്ങനത്തെ മാറ്റിത്തരാത്ത. ഭഗവാൻ പറഞ്ഞു ചിരിച്ച്, സമയം മാറ്റാൻ പറ്റുന്നത് ക്ഷമിക്കാൻ. അത്രയും കഴിഞ്ഞ് ഭഗവാൻ അപ്രത്യക്ഷമായപ്പോൾ മേൽപ്പത്തൂർ ദേഷ്യം. മേൽപ്പത്തൂർ എന്തെന്നറിയാമോ? ഗുരുവായൂരപ്പൻ്റെ ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ട് ഗേറ്റിൽ നിന്ന് 150 മീറ്റർ പോയാൽ മതി ഭദ്രകാളിയുടെ ക്ഷേത്രമാണ്. ഭദ്രകാളി ക്ഷേത്രം കാളിയമ്മ എന്ന് വിളിച്ചു. കാളിയമ്മ, എന്താ മേൽപ്പത്തൂരെ? എനിക്കൊരു വയറുവേദന, കാളിയമ്മ ഒന്ന് മാറ്റിത്തരണം. കാളിയമ്മ, നീ ഗുരുവായൂരപ്പൻ്റെ ആളല്ല, അവിടെ ചോദിച്ചില്ലേ? അവിടെ ചോദിച്ചു കാളിയമ്മ, ഗുരുവായൂരപ്പൻ കേൾക്കുന്നില്ല, തരുന്നില്ല. അപ്പൊ ഭദ്രകാളി സുപ്രസാദിയല്ലേ, നോ പറയാൻ പറ്റുമോ? ഭദ്രകാളി പറഞ്ഞു, അത്ര ഉള്ളതിൻ്റെ വഴക്ക നിന്റെ വയറുവേദന മാറ്റിയിരിക്കുന്നത്. മേൽപ്പത്തൂർ വയറുവേദനയും പോയി. മേൽപ്പത്തൂർ ലോകം ജയിച്ച മട്ടിൽ തിരിച്ചു വന്നു. വൈകിട്ട് 6 മണി കഴിഞ്ഞ് തിരിതെളിച്ച് പ്രാർത്ഥിക്കുമ്പോഴാണ് ദൈവങ്ങൾ സാധാരണ വരുന്നത്. വൈകിട്ട് 6 മണി കഴിഞ്ഞ് തിരിതെളിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ഗുരുവായൂരപ്പൻ വന്നു. എന്താ മേൽപ്പത്തൂർ മുഖത്തൊരു വലിയ സന്തോഷം. ഭഗവാനെ, ഞാൻ വയറുവേദന അങ്ങ് മാറ്റി തന്നാ. ഞാൻ നാണ്ടാ കാളിയമ്മയോട് വന്നു. ഭദ്രകാളി അപ്പോഴേ മാറ്റി തന്നു. ഭഗവാൻ പറഞ്ഞു, ചതിച്ചല്ലോ മേൽപ്പത്തൂരെ, നിനക്ക് പൂർവ്വജന്മത്തിൽ ഇച്ചിരി പാപം ബാക്കിയുണ്ടായിരുന്നു. അതൊന്ന് തീർന്ന് കിട്ടാൻ നീ കുറച്ചു കാലം പുണ്യം ചെയ്യണം. നീ പുണ്യം ചെയ്തില്ല, പുസ്തകം നല്ല കാര്യമാണ്. അപ്പൊ അതിന് നീ കുറച്ച് സഫർ ചെയ്യണം. അതിന് ഞാൻ വയറുവേദന എന്നാണ്. നീ അത് കുറച്ചു കാലം ഒന്ന് സഹിച്ചിരുന്നെങ്കിൽ നിന്റെ പൂർവ്വജന്മ പാപമെല്ലാം തീർന്നിട്ട് നിന്നെ പൂന്താനത്തെ ഞാൻ കൊണ്ടുപോയ പോലെ ഉടലോട് സ്വർഗത്തിൽ കൊണ്ടുപോകാൻ വേണ്ടിയാണ് ഞാനത് വയറുവേദന. നീ അപ്പോൾ സ്മാർട്ട്
ഭഗവതിയുടെ അടുത്തിരുന്ന് വേറെ മാറ്റിയിരുന്നു വന്നു പൂർവ്വജന്മ പാപം തീർക്കാനായി. ആദ്യം നീ ഒരു പാമ്പായിട്ട് ജനിക്കും, ഒരു ദിവസം നാട്ടുകാരുടെ നിന്ന് തല്ലിക്കൊല്ലും, ആ ജന്മം തീരും. പിന്നെ നീ ഒരു കൂൾ ചെടിയായിട്ട് ജനിക്കും, ഒരു ദിവസം പൂജയ്ക്ക് ഇല തയ്യാറാകുമ്പോൾ ഒറ്റ പിടിക്കുന്ന ഇലയെല്ലാം കൊണ്ടുപോകും, ആ ജന്മം തീരും. പിന്നെ നീ ഒരു വണ്ടിക്കാളയാവും, വണ്ടിക്കാളുടെ പുറത്ത് വണ്ടിക്കാരൻ കുറുകയും തടിക്കും ചാത്താവോട് അടിക്കും. അങ്ങനെ അടിച്ചു കഴിയുമ്പോൾ നിനക്ക് ആ ജന്മം കഴിയും. പിന്നെ നിനക്കൊരു മനുഷ്യജന്മം കിട്ടും, അന്ന് നിനക്ക് മോക്ഷം കിട്ടും. ഈ പ്രശ്നത്തിൽ നിന്നെ ഒഴിവാക്കാൻ വേണ്ടിയാണ് നിനക്ക് ഞാൻ വയറുവേദന. അപ്പോൾ നീ ഇപ്പോൾ സ്മാർട്ട് കളിച്ച് കളഞ്ഞു എന്ന് ഭഗവാൻ പറഞ്ഞു. അപ്പോൾ ചിലപ്പോൾ നമുക്ക് വേദന തരുന്നത്, പ്രശ്നങ്ങൾ തരുന്നത്, മനപ്രയാസം തരുന്നത് നമ്മുടെ പൂർവ്വജന്മ പാപം തീർക്കാനോ പൂർവികരുടെ പാപം തീർക്കാനോ ഒക്കെ ആയിരിക്കും. നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയാണ് തരുന്നതെന്ന് മനസ്സിലാക്കണം. അത് മനസ്സിലാക്കിയിട്ട് വേണം ഭഗവതിയോട് വഴക്കുണ്ടാക്കാതെ നാളെ വീണ്ടും തൊഴാൻ വരാനായി. അപ്പോൾ നമുക്ക് ഈ മോക്ഷം കിട്ടുന്ന തടയുന്നത് 3 പാപങ്ങളാണ്. ഒന്ന് പൂർവ്വജന്മ പാപം, കഴിഞ്ഞ ജന്മത്തിൽ നമ്മൾ ചെയ്ത പാപം. രണ്ടാമത്തെ പൂർവികരുടെ പാപം, നമ്മുടെ വല്യപ്പനപ്പനെ വല്ലവരും കൊല്ലുവോ സ്ത്രീകളെ ബലാത്സംഗം ചെയ്യുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അപ്പൻ്റെ സ്വത്ത് അനുഭവിക്കുന്ന പോലെ ആ പാപത്തിൻ്റെ വിധം നമുക്ക് കിട്ടും. പിന്നെ ഈ ജന്മത്തിൽ നമ്മൾ ഇതുവരെ ചെയ്ത പാപങ്ങൾ, ഈ 3 പാപം കൊണ്ടാണ് മോക്ഷം തടയപ്പെടുന്നത്. ഇത് 3 കൂടെ ഒരുമിച്ച് കളയാൻ ലോകത്തിലാകെ ഒരു മാർഗമുള്ളൂ. അത് രാമേശ്വരം ക്ഷേത്രത്തിൽ പോയി അവിടെ 22 കിണറുണ്ട്. ഓരോ കിണറ്റിൽ നിന്നും 3 തൊട്ടി വെള്ളം ഒഴിക്കും. ഓരോ തൊട്ടി വെള്ളം ഒഴിച്ചിട്ട് മന്ത്രം ചൊല്ലി പാപങ്ങളെല്ലാം പോക്കും. അത് കഴിഞ്ഞ് ബംഗാളിലോട്ട് ഇറങ്ങി കുളിച്ച് വസ്ത്രമൊക്കെ കളഞ്ഞിട്ട് പോന്നാൽ പൂർവ്വജന്മ പാവവും പോവും, പൂർവികരുടെ പാവവും പോവും, ഈ ജന്മത്തിലെ പാവവും പോവും. 2007 ഞാനൊരു ക്രിസ്ത്യാനിയാണ്, ലോകത്തോടെ അറിയാതെ ഞാൻ പോയി അവിടെ രാമേശ്വരത്ത് പോയപ്പോൾ ഒരു സംസ്കൃത പണ്ഡിതനെ ഞാൻ കൂടെ കൊണ്ടുപോയി. എനിക്ക് സംസ്കൃതം ചൊല്ലിയാൽ കുറച്ച് മനസ്സിലായി, സംസ്കൃതം പഠിച്ചിട്ടില്ല, പക്ഷെ കുറച്ച് മനസ്സിലാവും. അപ്പോൾ ഈ സംസ്കൃതത്തിനെ കൊണ്ടുപോയിട്ട് ഞാൻ പറഞ്ഞു, ഓരോ തൊട്ടി വെള്ളം ഒഴിക്കുമ്പോൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ഉണ്ടല്ലോ, എനിക്കൊന്ന് ട്രാൻസ്ലേറ്റ് ചെയ്ത് തരാൻ. അങ്ങനെ ഓരോ കണ്ടിൻ്റെ അവിടെ ചെല്ലും, ഒരു തൊട്ടി വെള്ളം ഒഴിച്ച് മന്ത്രം ചൊല്ലി, രണ്ടാമത്തെ വെള്ളം ഒഴിച്ച് മന്ത്രം ചൊല്ലി, മൂന്നാമത്തെ വെള്ളം ഒഴിച്ച് മന്ത്രം ചൊല്ലി, അടുത്ത കിണറ്റിൻ്റെ അവിടെ ചെല്ലും, അവിടെ 3 തൊട്ടിയാണ്. ആ 66 മന്ത്രം എനിക്ക് ഈ മനുഷ്യൻ ട്രാൻസ്ലേറ്റ് ചെയ്തത്. അദ്ദേഹം ഒരു കോളേജ് പ്രൊഫസറായിരുന്നു. അദ്ദേഹത്തിന് വലിയ ആഗ്രഹം രാമേശ്വരത്തിൽ പോകണം. അപ്പോൾ ഫ്രീ ആയിട്ട് എൻ്റെ കൂടെ കാറെ കൊണ്ടുപോയി തിരിച്ചു വന്നു. ആ 66 മന്ത്രം കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി, ആ 66 മന്ത്രമാണ് ചൊല്ലുന്നെങ്കിൽ പൂർവ്വജന്മ പോകുമ്പോൾ പൂർവികരുടെ പോകുമ്പോൾ ഈ ജന്മത്തിൽ പോകുമ്പോൾ സംശയമൊന്നുമില്ല. ഇപ്പോഴാണ് എനിക്ക് അവർക്ക് മനസ്സിലായത്. 2007 മുഴുവൻ അക്കൗണ്ട് തീർത്തായിരുന്നു. ഇപ്പോൾ 15 കൊല്ലം ബാക്കിയായി. ഇനി 15 കൊല്ലത്തെ പാവത്തൊക്കെ എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. വീണ്ടും രാമേശ്വരത്ത് പോകണമെന്ന് അറിഞ്ഞു. അപ്പോൾ ഇത് നമ്മൾ ഓരോ ക്ഷേത്രത്തിൻ്റെ ഓരോ നേർച്ചയ്ക്കും ഓരോ പ്രാർത്ഥനയ്ക്കും ഓരോ അർത്ഥം, ആ മന്ത്രത്തിൻ്റെ രഹസ്യം മനസ്സിലാക്കി പ്രാർത്ഥിക്കണം. അപ്പോഴാണ് ഒരു ക്ഷേത്ര സന്നിധിയിൽ വെച്ച് നമുക്ക് എല്ലാ അനുഗ്രഹവും നേടാൻ പറ്റുന്നത്. പുണ്യ ഭഗവതിയുടെ ക്ഷേത്രത്തിന് മുമ്പാകെ വന്ന് നിങ്ങളോട് സംസാരിക്കാനും ആശയങ്ങൾ പങ്കുവെക്കാനും കഴിഞ്ഞാൽ ഭാഗ്യമായി കരുതുന്നു. ഈ പുണ്യക്ഷേത്രത്തിലൂടെ നിങ്ങളെല്ലാവരും നിങ്ങളുടെ പാപങ്ങൾക്ക് പരിഹാരം കണ്ടെത്തി സുപ്രസാധ്യായ ദൈവയുടെ അനുഗ്രഹം വാങ്ങിച്ച് എല്ലാവരും മോക്ഷം പ്രാപിച്ച് മോക്ഷത്തിലേക്ക് പോകാൻ ഇടവരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ എളിയ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം.